നമ്മൾ നിർബന്ധമായിട്ടും മരിച്ചവർക്കുള്ള പ്രാർത്ഥനകളിലും കബറിടത്തേരും ശവപ്പെട്ടിയേരും മരിച്ചവർക്കുള്ള കള്ളാസ്വരം അടിക്കുമ്പോൾ അത് RIP എഴുതും. അങ്ങനെ എഴുതുന്നതിൻ്റെ ഒരു കാരണം അവർക്ക് ആശ്വാസം കിട്ടട്ടെ എന്നുള്ളതാണ്. അവർക്ക് ആശ്വാസം കിട്ടുന്നില്ലാതെ വന്നാൽ ബന്ധപ്പെട്ട നമുക്കും ആശ്വാസം ഇല്ലാതെ വരും. നമ്മളുടെ പലരുടെയും കുടുംബങ്ങളിൽ പല ദുരന്തങ്ങളും വിട്ടുമാറാത്തതിൻ്റെ പുറകില് നമ്മളുമായി ബന്ധപ്പെട്ട മരിച്ചവർക്ക് വേണ്ടത്ര പ്രാർത്ഥന നമ്മൾ കൊടുക്കുന്നില്ലാത്ത അവസ്ഥയുണ്ട്. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാത്തതിൻ്റെ പേര് മാത്രം ഞെരുക്കത്തിൽ നീങ്ങുന്ന അനേക കുടുംബങ്ങൾ നമുക്കിടയിൽ ഉണ്ട് എന്നുള്ള വാസ്തവമാണ്. നമ്മുടെ ജീവിതത്തിൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ലൂക്കായുടെ സുവിശേഷത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 20 ഞങ്ങളാണ് ശ്രദ്ധിച്ചത്. അവിടെ അവിശ്വസ്തനായ കാര്യസ്ഥൻ്റെ ഉപമയാണ് ഇത്. പലപ്പോഴും വായിച്ചു വരുമ്പോൾ, വ്യാഖ്യാനിച്ചു വരുമ്പോൾ എന്തുകൊണ്ടാണ് ഈശോ ഇങ്ങനെ ഒരു ഉപമ പറഞ്ഞത് എന്ന് ഒരു ചോദ്യം പലരുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ പര്യാപ്തമായ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. കാരണം ആ ഒരു കാര്യസ്ഥൻ, നമുക്കറിയാം ഈശോ പറയാണ്, ഒരു കാര്യസ്ഥൻ ഭംഗിയല്ലാത്ത രീതിയിൽ സ്വത്ത് വിനിയോഗിച്ചു. യജമാൻ അതേപ്പറ്റി അറിഞ്ഞു കഴിയുമ്പോൾ അവനെ പിരിച്ചുവിടുകയാണ്. പിരിച്ചുവിടാനായിട്ട് വിളിച്ചിട്ട് പറയും, അതിൻ്റെ കണക്കെല്ലാം വേഗം തയ്യാറാക്കി ഞാൻ പറഞ്ഞു വിടാൻ പോവാണ്. അപ്പോൾ അങ്ങേരും ചിന്തിക്കുന്നതാണ് ഈശോടെ പറയുന്നത്. അങ്ങനെ പറയുകയാണ്, എന്നെ ഇപ്പോൾ യജമാനും പിരിച്ചുവിടും, ഞാൻ ഇനി എങ്ങനെ ജീവിക്കും? എനിക്ക് ജീവിക്കാൻ മാർഗമില്ല. ജീവിക്കാൻ മാർഗമില്ലാതെ വരുമ്പോൾ എനിക്ക് കളയ്ക്കാനുള്ള ആരോഗ്യം എനിക്കില്ല, ഭിക്ഷ യാചിക്കാൻ എനിക്ക് നാണക്കേടാണ്. പക്ഷെ എനിക്ക് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്താ ചെയ്യേണ്ടത്? അപ്പം കണ്ടെത്തുന്നൊരു മാർഗം, അവന് ജോലി പോകുന്നതിന് മുൻപ് അവൻ യജമാനൻ്റെ കാര്യസ്ഥതയിലാണല്ലോ. ആ കാര്യസ്ഥതയിലെ അവസാന ദിവസങ്ങൾ എങ്ങനെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിച്ചാൽ ജോലി പോയി കഴിയുമ്പം അവന് ആൾക്കാർക്കിടയിൽ സ്വീകാര്യത ഉണ്ടാവും, സഹായം കിട്ടും. ആ രീതിയിൽ നീങ്ങണം. അവൻ കണ്ടുപിടിക്കുന്ന മാർഗം ഒരു കള്ളത്തരത്തിൻ്റെ മാർഗമാണ്. അതുകൊണ്ടാണ് ഇത് ഈശോ എന്തുകൊണ്ടാണ് ഈ ഉപമയിൽ അങ്ങനെ കള്ളത്തരം പറഞ്ഞിട്ട് അതിനെ ശ്ലാഘിക്കുന്നതെന്ന് ചിന്ത വരുന്നത്. അതായത് നമുക്കറിയാം ഈശോ ഒരിക്കലും കള്ളത്തരത്തിൻ്റെ ആളല്ല, കള്ളത്തരം ശ്ലാഘിക്കുകയില്ല. പക്ഷെ അവിടെ ഈശോ തെളിച്ച് പറയുന്നുണ്ട് എന്തുകൊണ്ട് ഈശോ അടിവര ഇടുന്നെന്നുള്ളത്. ഈ യുഗത്തിൻ്റെ, ഈ ലോകത്തിൻ്റെ ആൾക്കാർ വളരെ വിവേകത്തോടുകൂടെ കാര്യങ്ങൾ മുൻകൂട്ടി നോക്കിയും കണ്ടും എടുക്കുമ്പോൾ പ്രകാശത്തിൻ്റെ മക്കള്, ദൈവത്തിൻ്റെ ജനമായിരിക്കുന്നവർ ബുദ്ധിശൂന്യരെ പോലെ പെരുമാറുന്നു. അതാണ് ഈശോയുടെ പോയിന്റ്. ഇവിടെ എന്താണ് ഈ ബുദ്ധിശൂന്യതയുടെ വശം നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുള്ളത്? ഇവിടെ നമ്മൾ പറഞ്ഞ ഉപമയിൽ ഒന്ന്, ഈ ജോലി കാര്യസ്ഥൻ്റെ സമയം തീരാൻ പോകുന്നു, ഏതാനും ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. 2, അവന് കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവൻ സുഹൃത്തുക്കളെ സമ്പാദിക്കണം. ആ സുഹൃത്തുക്കളെ വെച്ച് പറയുമ്പോൾ വിശ്വസനം പറയുകയാണല്ലോ, അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചു കൊള്ളുവിൻ, അത് നിങ്ങളെ കൈവെടിയുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിക്കും. അത് നിങ്ങളെ കൈവെടിയുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിക്കും. ഇപ്പോഴുള്ള ഭൗതികമായ ജീവിത സാഹചര്യങ്ങൾ നമ്മിൽ നിന്ന് വിട്ടുപോകുന്നൊരവസരം വരും. അപ്പോൾ നമുക്ക് അഭയം നൽകാനായിട്ട് കുറച്ചു പേരുണ്ടാവണം. നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കുമെന്നാണ്. അപ്പൊ ഈ ഉപമയിലോട് ഈശോ പറയുന്നത് ഭൂമിയിൽ അത് കാര്യമല്ല, നിത്യകൂടാരങ്ങൾ സ്വർഗത്തിന്. ഈശോ പറയുന്നുണ്ടല്ലോ യോഹന്നാൻ 14:1 പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു, ഒരുക്കിയിട്ട് വീണ്ടും നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകും. അനേകം വാസസ്ഥലങ്ങൾ നിത്യകൂടാരങ്ങളിൽ. അപ്പൊ അവിടെ നമ്മളെ സ്വീകരിക്കാൻ സാധിക്കുന്ന ആരൊക്കെയാണ്? സ്നേഹിതര്. അവിടെ ഉണ്ടാകാൻ പറ്റുന്ന സ്നേഹിതരാരാണ്? നിത്യസൗഭാഗ്യത്തിൽ കടന്നു പോയവരാണ്. നിത്യസൗഭാഗ്യത്തിൽ കടന്നു പോയവര് മരണത്തിന്റെ കവാടം കടന്നവരാണെന്നുള്ള വ്യക്തം. സ്വർഗത്തിൽ ഇപ്പൊ തന്നെ എത്തിക്കഴിഞ്ഞ വിശുദ്ധരാണ് അവരെങ്കിൽ അവർക്ക് സഹായം ആവശ്യമില്ല. അപ്പൊ ഇപ്പം നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പം ചില കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്താൽ അവർ നിത്യകൂടാരങ്ങളിൽ നമ്മുടെ സ്നേഹിതരായിട്ട് മാറും. അങ്ങനെയുള്ള അവസ്ഥയിലുള്ളത് ആരാ ചിന്തിക്കുമ്പം പിതാക്കന്മാർ ചൂണ്ടിക്കാണിക്കുക, അത് ശുദ്ധികരാത്മാക്കളാണ്. ശുദ്ധികരാത്മാക്കളുടെ അവസ്ഥ എന്താണ്? അവര് കടം തീരാത്തവരാണ്. കടം തീരാത്തതുകൊണ്ട് അവസാനത്തെ തൊട്ടുവരെ കൊടുത്തു വിട്ടാതെ നീ അവിടുന്ന് പുറത്തു വരികയില്ല. ഈശോ പറയും തടവറ. ആ തടവറയിലാണ് അവര്. ആ തൊട്ട് കൊടുത്തു വിടണം. അത് കൊടുത്തുവിടാൻ മാർഗമില്ല. അപ്പൊ ഇവിടെ കാര്യസ്ഥൻ
ഈ യജമാനന്റെ കടക്കാരെയാണ് വിളിച്ച് ചോദിക്കുന്നത്. കടക്കാരെ, യജമാൻ എന്തിനുണ്ട് കടം? ഇത്ര ഗോതമ്പ്, ഇത്ര എണ്ണ എന്ന് പറയുകയാണ്. അപ്പൊ ആ ഗോതമ്പ് ഇത്ര ചാക്ക്, ഇത്ര ബാരൽ എണ്ണ, അത് കിഴിച്ചു കൊടുക്കാൻ, കുറച്ചു കൊടുക്കാൻ ഈ കാരിസിന് ഇപ്പൊ സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ, ശുദ്ധീകരണ അവസ്ഥയിൽ കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അവർക്ക് ദൈവമുമ്പാകെയുള്ള കടം, ഗോതമ്പ് എണ്ണ എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. നമുക്കറിയാം ദൈവത്തിന്റെ മുമ്പിലുള്ള കടം പാപത്തിന്റെ കടമാണ്. അത് ഒഴിവാക്കാൻ അവർക്ക് പറ്റത്തില്ല, അവർക്കതിനുള്ള മാർഗമില്ല. അവർക്ക് പുണ്യം സമ്പാദിക്കാൻ അവസരം തീർന്നു പോയി. അവർ ഹെൽപ്ലെസ്, നിസ്സഹായരാണ്. പക്ഷെ അവരെ സഹായിക്കാൻ സാധിക്കുന്ന അവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഭൂമിയിലുള്ളവർ. നമുക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന സഭയിലെ കുദാശകള്, നമുക്കുള്ള പ്രാർത്ഥനയുടെ അവസരങ്ങൾ, പരിത്യാഗങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ, അത് നമ്മൾ ചെയ്യുമ്പോൾ അവരുടെ കടം വീട്ടാനുള്ള വക നമുക്ക് സമ്പാദിക്കാൻ പറ്റും. യജമാനന്റെ കടപത്രം എടുത്ത് കാര്യസ്ഥന്റെ സീലും അധികാരവും ഉപയോഗിച്ചൊരു തിരുത്തി എഴുതുന്ന പോലെ ശുദ്ധീകരണ അവസ്ഥയിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കടപത്രങ്ങൾ നമുക്കെടുത്തിട്ട് അത് വെട്ടിത്തിരുത്തി ഡിലീറ്റ് ചെയ്ത് ഇല്ലെന്നാക്കാൻ പറ്റും. ഈ ഇംഗ്ലണ്ടിലുണ്ടായിരുന്നൊരു കെന്നത്ത് മക്കാൾ എന്ന് പറയുന്ന ഡോക്ടറെ കുറിച്ച് ഞാൻ ഇവിടെ ധ്യാനത്തിനിടയ്ക്ക് സൂചിപ്പിക്കാറുണ്ട്. അദ്ദേഹം വളരെ അറിയപ്പെടുന്ന ഒരു ഡോക്ടറാണ്. അദ്ദേഹം ഫിസിഷ്യൻ ഡോക്ടറായിരുന്നു. 2ാം ലോകമഹായുദ്ധകാലത്ത് അദ്ദേഹം ചൈനയിൽ വൈദ്യസേവനത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടു. അപ്പോൾ ആ കാലഘട്ടത്തിൽ അദ്ദേഹം കണ്ട ഒരു കാര്യം, ചൈനയിലുണ്ടായിരുന്ന ചില ഗോത്രവർഗക്കാര്, പ്രാചീന വർഗക്കാര്, അവരുടെ ഇടയിൽ ഇങ്ങനെ മാനസിക രോഗവും മാറാ രോഗങ്ങളും പ്രശ്നങ്ങളുമായിട്ട് ഞെരുങ്ങുന്ന കേസുകൾ കൈകാര്യം ചെയ്ത പ്രത്യേക രീതി കണ്ടു. ആ രീതി എങ്ങനെയെന്ന് വെച്ചാൽ, ആ രോഗിയായിരിക്കുന്ന മാനസിക രോഗം, മറ്റു പ്രശ്നം അങ്ങനെ ആയിരിക്കുന്ന വ്യക്തികളുടെ കുടുംബത്തിൽ നിന്നും മരിച്ചുപോയ ആൾക്കാരെ ലിസ്റ്റ് പേരെഴുതിയെടുത്തിട്ട് അവർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനാ കർമ്മങ്ങൾ ചെയ്യുകയാണ്. അവർക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നു ഇവർ അവരുടെ രീതിയിൽ. അങ്ങനെ ചെയ്ത് കഴിയുമ്പം ഇപ്പൊ രോഗിയായിട്ട് ഇവിടെ ആയിരിക്കുന്ന ആൾക്കാർക്ക് സൗഖ്യം ഉണ്ടാകുന്നു. ഇത് കണ്ട് ഇങ്ങേരെ ഇംഗ്ലീഷുകാരനായ ഡോക്ടറാണ്, ഇങ്ങേരെ ആകപ്പാടെ വണ്ടടിച്ചു. ഇങ്ങനെ മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്നവർക്ക് സൗഖ്യം കിട്ടുമോ? അങ്ങേര് തിരിച്ച് യുദ്ധം കഴിഞ്ഞപ്പോൾ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ സൈക്യാട്രി പഠിച്ചു. 2ാമത്തെ ഡോക്ടറേറ്റ് സൈക്യാട്രി എടുത്ത് പഠിച്ചു, ഡോക്ടറേറ്റ് എടുത്തു. എന്നിട്ട് അങ്ങേര് തൻ്റെ യുദ്ധമേഖലയെ ചൈനയെ കണ്ട അനുഭവങ്ങളും പഠിച്ചു കിട്ടിയ ബോധ്യത്തിൽ പാരാനോർമൽ സൈക്കോളജിയുടെ മേഖലയൊക്കെ പഠിച്ചിട്ട് അത് വെച്ച് അദ്ദേഹം ഒരു പ്രത്യേക ആത്മീയ മെഡിക്കൽ ചികിത്സാ രീതി അദ്ദേഹം ആവിഷ്കരിക്കുകയാണ്. ഹീലിംഗ് ദ ഫാമിലി ട്രീ എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. ആ പേരിൽ അതൊരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ആ ഒരു രീതിയിൽ വളരെ ദയനീയ അവസ്ഥയിൽ പെട്ടുകിടന്നിരുന്ന, ഒരിക്കലും സൗഖ്യം ഉണ്ടാവുകയില്ല എന്ന് നാട്ടുകാരും വീട്ടുകാരും കരുതിയിരുന്ന അനേകർക്ക് സൗഖ്യം കൊടുക്കുന്നുണ്ട്. അദ്ദേഹം ചെയ്യുന്നത്, തൻ്റെ പക്കൽ വരുന്ന ഈ പ്രത്യേക ഞെരുക്കത്തിലുള്ള രോഗികളെ ശ്രദ്ധിച്ചിട്ട് സംസാരിക്കും. അവരുടെ കുടുംബത്തിൽ നിന്നും മരിച്ചു പോയവരുടെ എല്ലാം ലിസ്റ്റ് എടുക്കുകയാണ്. ഒരു കുടുംബ ചാർട്ട് തന്നെ അത് എഴുതി ഉണ്ടാക്കും. എന്നിട്ട് അതിനകത്ത് മരിച്ചു പോയ എത്ര പേരുണ്ടെന്ന് നോക്കും, അത് പ്രത്യേകം അടയാളപ്പെടുത്തും. എന്നിട്ട് അവര് ഭൂമിയിൽ ജീവിച്ചത് എന്തുമാത്രം കരുത്തിലാണ്, വിശുദ്ധിയിലാണ്, ദൈവ അനുഭവത്തിലാണെന്നുള്ള അദ്ദേഹം ചോദിച്ചറിഞ്ഞിട്ട് തിന്മയില്, പാപത്തില്, ദൈവ ഇല്ലായ്മയിലൊക്കെ ജീവിച്ച് മരിച്ചു പോയവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥന ചൊല്ലാൻ, വളരെ പ്രത്യേകമായി കുർബാന അർപ്പിക്കാൻ അദ്ദേഹം ക്രമീകരിച്ചു. അദ്ദേഹം ആംഗ്ലിക്കൻ സഭാംഗമായിരുന്നു. ആംഗ്ലിക്കൻ സഭയിൽ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഉണ്ടായിരുന്നില്ല, പാരമ്പര്യം ഇല്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ചെയ്തിരുന്നത്, ഇങ്ങനെ വരുന്ന ആൾക്കാരെ UK-യിലുള്ള ബ്രിട്ടനിലുള്ള കത്തോലിക്ക പള്ളികളിലേക്ക് അച്ഛന്മാരുടെ പക്കലേക്ക് അദ്ദേഹം പറഞ്ഞയച്ചിരുന്നു. അച്ഛന്മാരെ കണ്ടിട്ട് ഒരു കുർബാനയ്ക്ക് വേണ്ടിയിട്ട് പൈസ കൊടുത്ത് ദിവസം നിശ്ചയിക്കാൻ പറയും. എന്നിട്ട് ആ കുർബാനയിൽ ഡോക്ടറും കൂടെ പോയി സംബന്ധിക്കും. ഡോക്ടറും കൂടെ പോയി കുർബാനയെ സംബന്ധിക്കുകയാണ്. അങ്ങനെ സംബന്ധിക്കുന്ന അവസരത്തിൽ ഉണ്ടാകുന്ന കുറേ അനുഭവങ്ങൾ അദ്ദേഹം തൻ്റെ ഈ ഹീലിംഗ് ദ ഫാമിലി ട്രീ എന്ന പുസ്തകത്തിൽ പങ്കുവെക്കുന്നുണ്ട്. അത് ഒരുപാട് പേർക്ക് ഭയങ്കര കണ്ണു തുറപ്പിക്കുന്ന അനുഭവമായിരുന്നു. അതിന് അദ്ദേഹം പറയുകയാണ്, കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് മറ്റു കുടുംബാംഗങ്ങൾക്കൊക്കെ ദർശനങ്ങൾ ഉണ്ടാവുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ആ പ്രത്യേക വ്യക്തികൾ
ഇവിടെ സന്നിഹിതരായി ഈ കുർബാനയെ സംബന്ധിക്കുന്നു. കുർബാനയെ സംബന്ധിച്ച് അതിൻ്റെ ഫലങ്ങൾ സ്വീകരിക്കുന്നു. അവർ പ്രകാശത്തിലേക്ക് പോകുന്നു. ഞാനിവിടെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പാദ്രബിയൊക്കെ ബലിയർപ്പിക്കാനായിട്ട് നിൽക്കുമ്പം ഇങ്ങനെ പള്ളി നിറച്ച ആളാണ് അദ്ദേഹത്തിൻ്റെ കുർബാനയ്ക്ക് സംബന്ധിക്കാനായിട്ട്. പക്ഷെ അദ്ദേഹം ഇങ്ങനെ നോക്കിയിട്ട് പറയും, നിങ്ങൾ ഇത്രയും പേര് പള്ളി നിറച്ചുണ്ട്, പക്ഷേ ഇത്രയും പേരല്ല ഇവിടെ ഉള്ളത്. ഈ അങ്കണം നിറയെ ശുദ്ധികരാത്മാക്കൾ ഇങ്ങനെ തിങ്ങിക്കൂടി നിൽക്കുകയാണ്. അവരെ എനിക്ക് കാണാം, അദ്ദേഹം എനിക്ക് കാണാം. അവരിങ്ങനെ ആർത്തിയോടെ ഓരോ ആശീർവാദവും ഓരോ സ്തുതിപ്പും പ്രാർത്ഥന എല്ലാം സ്വീകരിക്കാൻ, എൻ്റെ ഫലം സ്വീകരിക്കാൻ വേണ്ടി ആർത്തിയോടെ നിൽക്കുകയാണ്. അദ്ദേഹം അവരെ കണ്ട കുർബാന അർപ്പിച്ചിരുന്നത്. അതുകൊണ്ട് പലപ്പോഴും സമയം ഒരുപാട് 2, 3, 4 മണിക്കൂർ വരെ അതേ കുർബാന അർപ്പിക്കുമ്പോൾ സമയം നീണ്ടുപോയിരുന്നു. അതുപോലെ ആർത്തിയോടെ ഇവരിങ്ങനെ സ്വീകരിക്കുന്ന കാണുമ്പം അച്ഛൻ സമയം എടുത്ത് കർമ്മങ്ങൾ നടത്തി പ്രാർത്ഥന ചൊല്ലി അങ്ങനെ നീങ്ങുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ശുദ്ധീകരാത്മാക്കൾ മരണം വഴി നമ്മുടെ നിന്ന് കടന്നുപോയ വ്യക്തികളുടെ സാന്നിധ്യം നമുക്ക് പ്രത്യേകിച്ചും ബലി അർപ്പിക്കുമ്പം നമ്മോടൊപ്പം നമുക്ക് സ്വീകരിക്കാനായിട്ട് പറ്റുമെന്ന് അറിയുക. അപ്പോൾ ഈ കന്നത്ത് മക്ക ഡോക്ടർ ഇങ്ങനെ ബലിയർപ്പിക്കുമ്പോൾ ചില ആൾക്കാരെ കാണും. അപ്പോൾ അദ്ദേഹം ചിലപ്പോൾ ചോദിക്കും, ഇന്ന പ്രായമുള്ള ഒരു സ്ത്രീ അല്ലെ ഒരു പുരുഷൻ, ഒരു പയ്യൻ ഇന്ന വേഷവുമായിട്ടിത് ഇവിടെ വന്ന് നിൽക്കുകയാണ്, നിങ്ങളുടെ അടുത്തുണ്ട്, നിങ്ങൾക്ക് വല്ല ഓർമ്മയുണ്ടോ? നമ്മൾ ലിസ്റ്റ് കുറിച്ചാൽ ആരാണ് ഇങ്ങനൊരു വേഷത്തിൽ രൂപത്തിൽ കാണുന്നത്? അപ്പോൾ പലപ്പോഴും ഈ കുടുംബാംഗങ്ങൾ പറയും, അത് ഞങ്ങളുടെ ഇന്ന മോനാണ്, അല്ല ഇന്ന യുവാവ് ഇന്ന അവസ്ഥയിൽ മരിച്ച ആളാണ്, അടയാളം കൃത്യം അവർ പറയുകയാണ്. അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ അദ്ദേഹം അവിടെ കുറിച്ച് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ദർശനങ്ങൾ കാണുന്നത് ഒരു വളരെ അസാധാരണമായ കാര്യമൊന്നും അല്ല. ഇവിടെ തന്നെയും മരിച്ചവർക്ക് വേണ്ടി ധ്യാനത്തിൽ കുർബാന അർപ്പിക്കുമ്പം ഇത് കുർബാന കഴിയുമ്പം ദർശനങ്ങളൊന്നും കണ്ട് പരിചയമില്ലാത്ത ആൾക്കാർ പോലും വന്നിട്ട്, അച്ഛാ ഇങ്ങനെ ആൾക്കാർ ഇവിടെ കൂട്ടമായിട്ട് വന്ന് ആൾക്കാരുടെ സൈഡിൽ ഇങ്ങനെ പ്രകാശത്തിലേക്ക് പോകുന്നത് ഞാൻ കണ്ടച്ച, എനിക്കറിയത്തില്ല എന്നാന്ന് എന്ന് പോലും പറയുന്ന സംഭവങ്ങൾ പലതുണ്ട്. ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന മരിച്ചവർക്ക് വേണ്ടി പേരിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർ ആകുമ്പോൾ ചിലപ്പോൾ ചിന്ത അവർക്ക് വരാം. ധ്യാനം കൂടുന്നില്ലാത്ത വ്യക്തികൾ ചില അവസരത്തിൽ ധ്യാനത്തിനടിഞ്ഞ കുർബാനയ്ക്ക് വേണ്ടി മാത്രമായിട്ട് വന്ന് കയറിയിട്ട്, എനിക്ക് എന്നോട് ധ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കൊടുമ്പടി താബോറിൽ സിസ്റ്റർമാർക്ക് വേണ്ടി ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ജൂബിലി ആഘോഷിക്കുന്ന സിസ്റ്റർമാരുടെ ഒരു ബാച്ചാണ്, ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ മരിച്ചവർക്ക് വേണ്ടിയിട്ട് ബോധ്യം കൊടുത്തിട്ട് കുർബാന അർപ്പിക്കുക ഒരു ദിവസം രാവിലെ. അപ്പോൾ ആ ധ്യാനത്തിൽ സംബന്ധിക്കുന്ന സിസ്റ്റർമാരല്ലാതെ ഒരു സിസ്റ്റർ ദൂരെ എവിടെയോ ഹൈറേഞ്ച് ഭാഗത്തുനിന്ന് എറണാകുളം ഭാഗത്തേക്ക് യാത്രക്കിടയിൽ തലേ ദിവസത്തെ രാത്രി ലേറ്റായിട്ട് അവിടെ യാത്രക്കിടയിൽ ആ മടത്തി വന്നു. രാവിലെ കുർബാന കഴിഞ്ഞ സിസ്റ്റർ വീണ്ടും പോവുകയാണ്. അപ്പോൾ കുർബാനയ്ക്ക് കയറി വന്നു. കുർബാന ഞങ്ങൾ ആരംഭിച്ച് കഴിഞ്ഞപ്പോൾ കയറി വന്നു. ഏറ്റവും താഴെ ഇങ്ങനെ വാതൊക്കെ വന്ന് നിന്നു. എന്നിട്ട് ആ സിസ്റ്റർ കുർബാന കഴിഞ്ഞ് ഞാൻ താഴെ കാപ്പ് കുടിച്ചിരിക്കുമ്പോൾ എൻ്റെ പക്കൽ എത്തിയിട്ട് പറയും, അച്ഛാ ഞാൻ ധ്യാനിക്കുന്നയാളല്ല, പെട്ടെന്ന് പോകാൻ വേണ്ടി ഞാൻ ഇന്നലെ ഓടി വന്നതാണ്, പോവുകയാണ്. പക്ഷെ ഒരു കാര്യം അച്ഛന് പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ട് നിന്നതാണ് ഇപ്പം. എന്ന് വെച്ചാൽ അച്ഛാ ഇന്ന് കുർബാനയ്ക്ക് ഞാൻ വന്നാൽ അച്ഛൻ തന്നെ ഞാൻ താഴെ നിൽക്കുകയായിരുന്നു. അപ്പം ഞാനൊരു കാഴ്ച കണ്ടച്ചാ, എനിക്ക് ദർശനങ്ങളൊന്നുമില്ല, പക്ഷെ ആദ്യം ഒരു ദർശനം കാണുന്നത് അച്ഛൻ ഇങ്ങനെ അൾത്താരെങ്കിലേക്ക് തിരിഞ്ഞ് കരം ഉയർത്തിപ്പിടിച്ച് മധ്യസ്ഥ പ്രാർത്ഥന മാർപ്പാപ്പായ്ക്ക് വേണ്ടി മെത്രാമാരെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ടച്ച അൾത്താര അടുക്കാലിനകത്ത് ഒരു വശത്തുനിന്ന് ഇങ്ങനെ കുറേ അധികം സിസ്റ്റേഴ്സ് ഇങ്ങനെ ലൈനായിട്ട് കടന്നു വരുന്നു. ഒരുപാട് പേരും പഴയ രീതി തലമുണ്ട് സഭാവസ്ത്രം ധരിച്ചിരിക്കുന്ന സിസ്റ്റേഴ്സാണ്. നിരയായിട്ട് കടന്നു വന്നിട്ട് ഇങ്ങനെ അടുത്ത അച്ഛൻ്റെ പക്കൽ വന്നിട്ട് ഒരു മുകളിലേക്ക് ഇങ്ങനെ പ്രകാശത്തിൽ കയറി പോവുകയാണ്. കുറേ പരിചയമുള്ള സിസ്റ്റേഴ്സ് ഉണ്ട്. അത് കൃത്യമായിട്ട് കണ്ട് ഞാൻ ഇങ്ങനെ ആ കാഴ്ച കണ്ടിങ്ങനെ കുർബാന നിൽക്കുകയാണ്. കുർബാന പ്രാർത്ഥന കടന്നു ഞാൻ അറിഞ്ഞില്ല. അത് കഴിഞ്ഞ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ദൈവമേടെ കരുണ തോന്നണേ, ദൈവൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണേ. ആ സങ്കീർത്തനം വന്നപ്പോൾ എല്ലാവരും മുട്ടുകുത്തി. എന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ താഴെ നിന്നു ഈ കാഴ്ച കണ്ടോണ്ട്. സ്വർഗത്തിൽ നിന്നിറങ്ങിയപ്പോൾ ജീവനുള്ള ഞാനാകുന്നുള്ള പാട്ട് പാടിയപ്പോഴാണ് എനിക്ക് പരിസരബോധം ഉണ്ടാകുന്നത്. അപ്പം ഞാൻ മാത്രം നിൽക്കുന്നു. ഞാൻ പെട്ടെന്ന് മുട്ടുകുത്തി വെച്ചാൽ പിന്നെ കാഴ്ച കണ്ടില്ല. പക്ഷെ അത്രയും നേരം കൃത്യമായിട്ട് ഞാൻ കണ്ടച്ചാ ഒരുപാട് സിസ്റ്റേഴ്സ് ഇങ്ങനെ വന്ന് കയറി പോവുകയാണ്. അച്ഛാ ഇത് എനിക്ക് അതിന് പറയാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇപ്പോൾ നിന്നത് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ സിസ്റ്റർ, ഇന്ന് ഞങ്ങൾ മരിച്ചവർക്ക് വേണ്ടിയിട്ടാണ് കുർബാന അർപ്പിച്ചത്. അത് ഈ സിസ്റ്റേഴ്സിനോട് നേരത്തെ പറഞ്ഞിരുന്നു. അവരെല്ലാവരും അവർ 25 വർഷം ജൂബിലി ആയവരാണ്. അവർക്കറിയാവുന്ന സകല മരിച്ചവരുടെ പേര് കുറിച്ചിട്ടാണ് കുർബാന അർപ്പിക്കുന്നത്.
അപ്പോൾ അതിനകത്ത് ഒരുപാട് പ്രായം ചെന്ന സീനിയർ സിസ്റ്റേഴ്സ് മരിച്ചു പോയവരുടെ പേര് വന്നിട്ടുണ്ടാവും. അതായിരിക്കും സിസ്റ്ററിന് ഇങ്ങനെ ഒരു അടയാളം തമ്പുരാൻ കാണിച്ചു തന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, സിസ്റ്ററെ പോകാൻ ധൃതിയാണോ, അല്ലെങ്കിൽ അല്പം നേരം കൊണ്ട് നിൽക്കുക? ഇപ്പം ഞങ്ങൾ 8:30-9 മണിക്ക് ടോക്കിന് കയറുമ്പം സിസ്റ്റർ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് വന്നിട്ട് ഈ ഒരു കണ്ട കാര്യം ഒന്ന് ഗ്രൂപ്പിൻ്റെ പിന്നെ പൊതുവായിട്ടൊന്ന് പറയാമോ? സിസ്റ്റർ പറഞ്ഞു, വെച്ചാൽ പറയാം. അങ്ങനെ ഞാൻ സിസ്റ്ററെ വിളിച്ചുകൊണ്ട് വന്ന് സിസ്റ്റർ ടോക്കിന് മുമ്പ് കയറി എന്ന് പറഞ്ഞു. ഞാനും കൂടെ കുറച്ച് അറിയാം. സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ കാഴ്ച കണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, താങ്ക്സ് പൊക്കോ. അപ്പം അതൊരു എല്ലാവർക്കും ഒരു അടയാളമായിട്ട് മാറി. ഇവിടെയും ഇതുപോലെ തന്നെ ആൾക്കാർ വന്ന്, ഞാൻ പറയും, ഗിഫ്റ്റ് ഒന്നും ഇല്ലാത്ത ചില വല്യമ്മച്ചുമാർ പോലും വന്നിട്ട് അച്ഛാ ഞങ്ങൾ കണ്ടു ഇങ്ങനെ കയറിപ്പോകുന്നതെന്ന് പറയുകയുണ്ടായി. ഈ കന്നത്ത് മക്കാൾ ഇതുപോലുള്ള അനുഭവങ്ങൾ പങ്കുവെച്ചിട്ട് പുസ്തകത്തിൽ എഴുതുന്നു. അദ്ദേഹം അനേക കുടുംബങ്ങളെ ഇങ്ങനെ സൗഖ്യത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥനയെപ്പറ്റി ചിന്തിക്കുമ്പോൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ മരിച്ചവർക്ക് നമ്മുടെ പ്രാർത്ഥന വളരെ അത്യാവശ്യമാണ് എന്നുള്ള കാര്യമാണ്. അവർക്ക് ഒരാശ്വാസമില്ല. ശരിയാണ്, സ്വർഗത്തിന് പോകുന്ന ഉറപ്പായ വിശുദ്ധരാണ്. അവരുടെ സന്തോഷമെന്ന് പറയുന്നത് അവർക്ക് സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ആകാംക്ഷയുടെ, ഉടനെ കടക്കാമെന്നുള്ള പ്രതീക്ഷയുടെ ആനന്ദം അവർക്കുണ്ട്. അതേസമയം അതങ്ങ് ആകുന്നില്ലാത്തതിൻ്റെ ഞെരുക്കമാണ്. അതാണ് അവരുടെ സഹനത്തിൻ്റെ കാരണം. ഞങ്ങൾക്ക് ദൈവത്തെ കാണുവാൻ പറ്റാത്തതിൻ്റെ ഞെരുക്കമാണ് ഏറ്റവും വലിയ പീഡയെന്ന് ഈ ആത്മാക്കൾ പറയുന്നതായിട്ട് ഫൗസ്റ്റീനയുടെ ഡയറി നമുക്ക് വായിക്കാൻ പറ്റും. ഫൗസ്റ്റീനെ ഒരു ദിവസം കാവൽമാലാഖ ശുദ്ധീകരണ സ്ഥലത്തിൽ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അതിന് തലേ ദിവസം ഈശോ പറയുന്നുണ്ട്, നീ ആർക്കെല്ലാം വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് നാളെ നിനക്ക് കാണിച്ചു തരാം എന്ന് ഈശോ പറഞ്ഞു. പിറ്റേ ദിവസം കാവൽമാലാഖ ഫൗസ്റ്റീനെയും കൊണ്ട് ഇങ്ങനെ തീ നിറഞ്ഞ, അഗ്നി നിറഞ്ഞ ഒരു സ്ഥലത്തേക്ക് ചെന്നു. അവിടെ ഇങ്ങനെ ശുദ്ധീകരാത്മാക്കൾ ദൈവത്തിന് വേണ്ടി ദാഹിച്ചിങ്ങനെ സഹനത്തിലാണ് ആയിരിക്കുന്നത്. അപ്പോൾ അവരോട് ഫൗസ്റ്റീന സംസാരിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഫൗസ്റ്റീന ചോദിക്കും, നിങ്ങൾക്ക് എന്താണ് ഏറ്റവും വലിയ ഞെരുക്കം, നിങ്ങളുടെ ഏറ്റവും വലിയ നൊമ്പരം എന്താ, വേദന എന്താ? അപ്പോൾ അവർ പറയും, എല്ലാം ഒരുമിച്ച് പറയുന്ന ഫൗസ്റ്റീന പറയുന്നത്, ഞങ്ങൾക്ക് ദൈവത്തെ കാണുമ്പം പറ്റുന്നില്ല, കാണാനായിട്ട് ഇങ്ങനെ കാത്തിരുന്നിരുന്ന് അതാണ് ഞങ്ങളുടെ ഞെരുക്കം എന്ന് പറയുന്നുണ്ട്. മറ്റു വിശുദ്ധ പറയുന്നുണ്ട്, സ്വർഗത്തിലെ വിശുദ്ധർ അനുഭവിക്കുന്ന ആനന്ദം കഴിഞ്ഞാൽ ഏറ്റവും അധികം ആനന്ദം അനുഭവിക്കുന്ന ശുദ്ധീകരാത്മാക്കളാണ്. പക്ഷെ ആനന്ദത്തിനൊപ്പം അവർ നരകത്തിൻ്റെ പീഡ കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ പീഡയും അവരനുഭവിക്കുന്നുണ്ട്. അതാണ് ഈ അഗ്നിയായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഈ മരണം വഴി കടന്നു പോയവർ ഒരുപാട് നമ്മുടെ പ്രാർത്ഥന കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, ദാഹിക്കുന്നുണ്ട്. നമ്മൾ തിരിച്ചറിയണം. ഞാനിവിടെ ധ്യാനത്തിനൊക്കെ വായിച്ച് കേൾപ്പിക്കാറുള്ള കാര്യമാണ് എബ്രാസ്യ അമ്മയുടെ കത്തുകൾ കാത്ത് എബ്രാസ്യ അമ്മ തൻ്റെ മഠത്തിൽ നിന്ന് മരിച്ചു പോയൊരു സിസ്റ്റർ ബെയാട്രീസിൻ്റെ കാര്യം പറയുന്നത്. ബെയാട്രീസ് എന്ന സിസ്റ്റർ എബ്രാസ്യാമ്മയെ നോക്കിയിരുന്ന സിസ്റ്റർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മരിച്ചു. എബ്രാസ്യാമ്മയുടെ നോവിസ് മിസ്ട്രസ് ആയിരുന്നു. മരിക്കാറായപ്പം ഈ ബെയാട്രീസ് പ്രത്യേക അനുവാദം മേടിച്ച്, എനിക്ക് എബ്രാസ്യാമ്മ എന്നെ മരിക്കാൻ ഒരുക്കിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അനുവാദം മേടിച്ച് ഒല്ലൂർ മഠത്തിൽ വന്ന് എബ്രാസ്യാമ്മയുടെ പരിചരണം സ്വീകരിച്ച് അവിടെ വെച്ച് മരിക്കുന്നയാളാണ്. എന്നിട്ട് മരിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ തുടർച്ചയായിട്ട് കുറേ ദിവസങ്ങൾ ഇങ്ങനെ എബ്രാസ്യാമ്മയുടെ പക്കൽ എത്തിയിട്ട് പ്രാർത്ഥിക്കണം എന്നിങ്ങനെ ആവശ്യപ്പെടുകയാണ്. അപ്പം ബയാട്രിസമ്മ പറയുന്നുണ്ട്, 12 ദിവസം ഇങ്ങനെ വന്ന് പ്രാർത്ഥന ചോദിക്കാൻ നല്ല ദൈവം എന്നെ അനുവദിച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെ വന്നപ്പോൾ എബ്രാസ്യാമ്മ പറഞ്ഞു, ഞാൻ പറ്റുന്നവരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്, ഇനിയും പ്രാർത്ഥന കൂടുതൽ വേണമെങ്കിലും മദറിനോട് പോയി പറയാൻ പറഞ്ഞു. അപ്പം പിറ്റേ ദിവസം മദർ രാവിലെ ചാപ്പലിൽ ധ്യാനിച്ചിരിക്കുമ്പോൾ ആരോ അടുത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ ചെവിയിലെന്ന പോലെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ദയനീയ സ്വരത്തിൽ പറഞ്ഞു. ഇത് കേട്ട് മദർ ഞടുങ്ങി കണ്ണു തുറന്ന് നോക്കിയിട്ട് ആരെയും കാണുന്നുമില്ല. കാപ്പിടിക്കാനോ മറ്റോ വന്ന് മദർ പറഞ്ഞു, ഇങ്ങനെ രാവിലെ ഇങ്ങനെ ഒരു കരച്ചിൽ പിടിച്ച് സ്വരം കേട്ടു, ആരെയും കണ്ടില്ല. അപ്പോൾ എബ്രാസ്യാമ്മ അടുത്തിരുന്നോട് പറഞ്ഞു, അത് നമ്മുടെ ബയാട്രിസമ്മയാണ് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ് മദറിനോട് പറയാൻ. അപ്പം അങ്ങനെ വന്നതാണ്. അപ്പോൾ എന്താ കാര്യം ചോദിച്ചപ്പോൾ എബ്രാസ്യാമ്മ പറഞ്ഞു, 12 ദിവസം ഇങ്ങനെ വന്ന് പ്രാർത്ഥന ചോദിക്കാൻ ദൈവം അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറേ ദിവസങ്ങളാണ്, ഇനിയുണ്ട് കുറച്ച് ദിവസങ്ങളും കൂടെ. അപ്പം മദർ പറഞ്ഞു, അങ്ങനെയാണ് ഇന്ന് രാത്രി എബ്രാസ്യാമ്മ എൻ്റെ മുറി കിടക്ക്, എനിക്കൊന്ന് അറിയണം, ഈ രാത്രി വരുമ്പം എനിക്കൊന്ന് കാണണം, ചോദിക്കണം. അങ്ങനെ മദറിൻ്റെ മുറിയിൽ എബ്രാസ്യാമ്മ ഒരു സിസ്റ്റർ ആഗ്നസും കൂടെ കിടക്കുന്നതായിട്ട് എബ്രാസ്യാമ്മ കത്തുകൾ എഴുതുന്നുണ്ട് മാനേജർ ബിഷപ്പിന് എഴുതുമ്പം. അപ്പോൾ രാത്രിയിൽ ഇങ്ങനെ 12 കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വന്ന് കൊട്ടി എണീപ്പിക്കുകയാണ് ബെയാട്രീസ് അമ്മ. ഇവർ ഞടുങ്ങി എണീറ്റു. മദറൊക്കെ പേടിച്ചു.
അത് പെട്ടെന്ന് വിശുദ്ധീകരണം തളിച്ചുകൊണ്ട് ഇങ്ങനെ പിശാചുക്കളാണ് ഓടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ബയാട്രിസ് പറഞ്ഞു, ഞാൻ പിശാചല്ല, നിങ്ങളുടെ കൂടപ്പുറപ്പായ ബയാട്രിസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഇബ്രാഹിമയുടെ മാത്രം അനുഭവമല്ല, മദറും മറ്റേ സിസ്റ്ററും കൂടെ ഇത് അറിഞ്ഞു കേട്ടു. അതുകൊണ്ട് ആ ഒല്ലൂർ മഠത്തിലെ അനുദിന ചരിത്രം നാളാഗമ പുസ്തകത്തിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ചോദിക്കുമ്പോൾ എന്താ സംഭവം, എന്താ ഇങ്ങനെ നടക്കുന്നത്, എന്താ ഇങ്ങനെ ഇതിന് വേണം നടക്കുന്നത് ചോദിക്കുകയാണ്. ആശ്വാസമില്ലാതെ നമ്മൾ മരിച്ചവരെ കുറിച്ച് പറയുമ്പം RIP എന്ന് എഴുതിയല്ലേ, റെസ്റ്റ് ഇൻ പീസ്. റെസ്റ്റ് ഇൻ പീസ് എന്ന് പറഞ്ഞാൽ സമാധാനത്തിൽ ആശ്വസിക്കുക. സമാധാനം ഈശോയാണ്. സമാധാനത്തിൽ ആശ്വസിക്കുക, ഈശോയിൽ ആനന്ദിക്കുക എന്നർത്ഥം. RIP. നമ്മൾ നിർബന്ധമായിട്ട് മരിച്ചവർക്കുള്ള പ്രാർത്ഥനകളിലും കബറിടത്തേരും ശവപ്പെട്ടിയേരും മരിച്ചവർക്കുള്ള കള്ളാസ്വരം അടിക്കുമ്പോൾ അതിലേക്ക് RIP എഴുതും. അങ്ങനെ എഴുതുന്ന ഒരു കാരണം അവർക്ക് ആശ്വാസം കിട്ടട്ടെ എന്നുള്ളതാണ്. അവർക്ക് ആശ്വാസം കിട്ടുന്നില്ലാതെ വന്നാൽ ബന്ധപ്പെട്ട നമുക്കും ആശ്വാസം ഇല്ലാതെ വരും. അതാണ് അടുത്ത പോയിന്റ് നമ്മൾ കാണേണ്ട രണ്ടാമത്തെ കാര്യം. അപ്പൊ അവർക്ക് ആശ്വാസം. അപ്പം എന്താ ഇങ്ങനെ നടക്കുന്നത്, ഇതെന്താ രാത്രി വന്ന് ഞങ്ങളിങ്ങനെ വിളിച്ചേൽപ്പിക്കുന്നത്, ഞങ്ങളുടെ ഉറക്കം കളയുകയാണല്ലോ, എബ്രാഹിമയെ തട്ടിമുറിച്ച് വിളിച്ച്, എന്താ ഇങ്ങനെ നടക്കുന്നത്, എന്താ ആശ്വാസം ഇല്ലാത്തത് എന്ന് അങ്ങോട്ട് ചോദിക്കുമ്പോൾ ബേട്രീസ് പറയുന്ന 3 പാപങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. 3 കാര്യങ്ങൾ വീട് കിട്ടാത്തത് കൊണ്ടാണ് എനിക്ക് കയറാൻ പറ്റാത്തെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന കാര്യം നിങ്ങൾക്ക് പലർക്കും അറിയാൻ വേണ്ടി ഞാൻ ധ്യാനത്തിൽ പറയുന്നതാണ്. ബേട്രീസ് പറയുന്ന 3 കാര്യങ്ങൾ നമ്മൾ കേട്ടിരിക്കുന്നു, ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഒന്ന് പറയുന്നത്, ഞാൻ അഗതിത്വത്തിന് വിരുദ്ധമായ കുറച്ച് കാര്യങ്ങൾ ചെയ്തു പോയി. അഗതിത്വം എന്ന് പറയുന്നത് ദാരിദ്ര്യവ്രതമാണ്. ദാരിദ്ര്യവ്രതം എടുത്ത സിസ്റ്ററാണ്. ആ സിസ്റ്ററിൻ്റെ ദാരിദ്ര്യവ്രതത്തിന് നിരക്കാത്ത രീതിയിൽ എവിടെയോ സാമ്പത്തിക കാര്യങ്ങൾ അല്പം സ്വന്തമായിട്ട് പെരുമാറുകയോ വിനിയോഗിക്കുകയോ അല്ല ദാരിദ്ര്യ ചതിര് നിരക്കാത്ത രീതിയിൽ സുഖലോലതയിൽ പോവുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തതായിരിക്കാം. രണ്ടാമത്തെ പറയുന്ന ചില കാര്യങ്ങൾ തണുപ്പായിട്ട് ചെയ്തു. തണുപ്പായിട്ട് തീഷ്ണതയില്ലാതെ പ്രാർത്ഥന ചൊല്ലിയപ്പോൾ അശ്രദ്ധമായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്യൂട്ടികൾ ചെയ്തപ്പോൾ ആന്തരികമായിട്ട് അങ്ങനെയൊക്കെ ചെയ്തു. ഒരു തീഷ്ണതയില്ലാതെ ചെയ്ത കാര്യങ്ങളിൽ പോരായ്മയായിട്ട് കിടക്കുകയാണ്. മൂന്നാമത്തേത് ബേട്രീസ് പറയുകയാണ്, ചില കാര്യങ്ങൾ സാരമില്ലാതെ വിട്ടുകളഞ്ഞു. ഉപേക്ഷയാലുള്ള പാപം, ചെയ്യാൻ സാധിക്കുമായിരുന്ന കാര്യങ്ങൾ സാരമില്ലെന്ന് വെച്ചങ്ങ് വിട്ടുകളഞ്ഞു. ഉപേക്ഷയാലുള്ള പാപം നമുക്കറിയാമല്ലോ. ധനവാന്റെയും ലാസറിൻ്റെ ഉപമയിൽ ധനവാൻ നരകത്തിൽ തീയിൽ പീഡിപ്പിക്കപ്പെടുന്നതിൻ്റെ കാരണം നമ്മൾ കാണുന്നത് ചെയ്യാൻ പറ്റുമായിരുന്ന സഹായം ലാസറിന് ചെയ്തില്ല എന്നുള്ളതാണ്. അതിൻ്റെ പേരിലാണ് അങ്ങനെ നരകാഗ്നി പോയത്. ഈശോ പഠിപ്പിക്കുകയാണ്. അങ്ങനെ വേറെ ചീത്ത വിളിക്കോ തെറി വിളിക്കോ കൊലപാതകോ വ്യഭിചാരോ ഒന്നും ചെയ്തിട്ട് ഈശോ പറയുന്നില്ല. ഈ ലാസറിനെ സഹായിക്കാമായിരുന്നു, അങ്ങേർക്ക് ഉള്ള സൗകര്യങ്ങൾ വെച്ച് അത് അങ്ങനെ വീഴ്ച വരുത്തി. ഉപേക്ഷയാനുള്ള പാപം, സെൻസ് ഓഫ് ഒമിഷൻ. നമ്മൾ കുമ്പസാരിക്കാൻ അണയുമ്പം ഇതും നല്ലപോലെ ആത്മശോധന ചെയ്യേണ്ടതാണ്. ചെയ്തു പോയ പ്രമാണ ലംഘനങ്ങൾ മാത്രമല്ല, ചെയ്യാമായിരുന്ന നന്മകൾ ചെയ്യാതെ പോയതിനെക്കുറിച്ചും നമ്മൾ ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കണം. കാരണം ധനവാൻ ലാസർ ഉപമയിൽ ആ ധനവാൻ നരകാഗ്നിയിൽ പീഡിപ്പിക്കപ്പെട്ടതാണ്. ഈശോ പറയുന്നത് ചെയ്യാൻ പറ്റുമായിരുന്ന കാര്യങ്ങൾ ചെയ്യാതെ പോയി എന്നുള്ളതാണ്. അപ്പോൾ ഈ ബയാട്രീസ് അമ്മ പറയുന്നത് അത് തന്നെയാണ്. ചിലത് സാരമില്ലാതെ കളഞ്ഞുപോയി, നിസ്സാരമായ കാര്യങ്ങളാണെന്ന് തോന്നുന്നു. പക്ഷേ നമുക്കറിയാം ഈശോ എപ്പോഴും കുഞ്ഞു കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. വലിയ തമ്പുരാൻ കുഞ്ഞു കാര്യം ശ്രദ്ധിക്കുന്ന ദൈവമാ. ഫോഷ വിഡ്ഢി എന്നുള്ള ഒരു വാക്കും ആസക്തിയുടെ ഒരു നോട്ടവും അതേ എന്നുള്ളപ്പോൾ അല്ല എന്ന് പറഞ്ഞ അല്ല എന്നുള്ളപ്പോൾ അതേ എന്ന് പറയുന്ന ദുഷ്ടനെന്ന് പറയുന്ന നുണയാണ്. വ്യർത്ഥമായ ഒരു വാക്കിന് ഒരു കണക്ക് കൊടുക്കേണ്ടവർ. ഇങ്ങനെ കുഞ്ഞു കാര്യങ്ങൾ ഈശോ പറഞ്ഞ് നമ്മൾ ഓർമ്മിക്കണം. അവിടെ നമുക്ക് അവഗണിക്കാൻ ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ദൈവത്തോട് ചേരുക എന്ന് പറയുമ്പോൾ ദൈവത്തിന് ചേരാത്ത കുഞ്ഞു കാര്യങ്ങൾ പോലും നമ്മൾ ദൂരീകരിക്കേണ്ട ആവശ്യമുണ്ട്. അതൊരു ഭാരമായിട്ടല്ല, ഒരു ചിട്ട നിഷ്ഠയായിട്ട് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഈ ബയാട്രിസം മറ്റും വന്ന് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അത് 12 ദിവസം ദൈവം അനുവദിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? അത് മഠത്തിലെ മദർ അറിയണം, ഡയറിയിൽ എഴുതണം. എന്തിനു വേണ്ടിയിട്ടാണ്? ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ഈ എബ്രാസ്യാമ വിശുദ്ധിയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണല്ലോ. ഇത് ദൈവജനം മുഴുവൻ അറിയണം. നമ്മളിത് അറിയണം. അവിടെ ഈ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞ് ആ ജാഗ്രതയെടുത്ത് ആ അവസ്ഥ നമ്മൾ ചെന്ന് പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ശുദ്ധീകര മരണം വഴി കടന്നുപോയ വ്യക്തികൾ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട പറ്റി ഓർമ്മിക്കുമ്പോൾ സ്നേഹമുള്ളവരെ
അവർ വലിയ പ്രമാണലംഘനങ്ങൾ ചെയ്തിട്ടുണ്ടോ, വലിയ കൊലപാതകം വ്യഭിചാരം ചെയ്തവരാണ് നമുക്ക് നോക്കിയിട്ട് മാത്രം നടന്നാൽ പോരാ. അവരുടെ ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു വീഴ്ചകൾ പോലും അവരിന്ന് വീട്ടാൻ നിവൃത്തിയില്ലാത്ത കടബാധ്യതയായിട്ട് അനുഭവിച്ചുകൊണ്ട് നിത്യതയിൽ നമുക്ക് വേണ്ടി നമ്മുടെ പക്കലേക്ക് കെഞ്ചി യാചിക്കുന്ന അവസ്ഥ നിൽക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുമ്പം നമുക്കും സഹനമാണ്. ഫൗസ്റ്റീനയുടെ ഡയറിയിലെ ഒരു സംഭവം ഇവിടെ ധ്യാനത്തിനിടയ്ക്ക് വായിച്ച് കേൾപ്പിക്കാറുണ്ട്. ആ മഠത്തിൽ നിന്ന് മരിച്ചുപോയ ഒരു സഹോദരി, ആ സഹോദരി ഫൗസ്റ്റീനയുടെ പക്കലെത്തിയിട്ട് ഇങ്ങനെ പ്രാർത്ഥനാ സഹായം ചോദിച്ചു. എന്നിട്ട് ഫൗസ്റ്റീനയോട് പറഞ്ഞു, മദർ ജനറലിനോടും, ഒരു മൈക്കിളമ്മയാണ്, മദർ ജനറലിനോടും പറഞ്ഞിട്ട് സഭയിൽ മൊത്തത്തിൽ പറഞ്ഞും തനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കണം. പക്ഷേ ഇത് മദർ ജനറലോട് മൈക്കിളമ്മയോട് പറഞ്ഞ മൈക്കിളമ്മ വലിയ താല്പര്യം കാണിച്ചില്ല, സംശയിച്ചു, നിനക്ക് തോന്നിയത് അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് അവിശ്വസിച്ചു. അങ്ങനെ മുന്നോട്ട് പോയി. ഫൗസ്റ്റീന തീഷ്ണമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു നിശ്ചിത അവസരം വന്നപ്പം ഈ മരിച്ച സിസ്റ്റർ ഫൗസ്റ്റീനയ്ക്ക് കാണപ്പെട്ടിട്ട് സന്തോഷത്തോടെ കാണപ്പെട്ട് പറഞ്ഞു, നിന്റെ പ്രാർത്ഥന കൊണ്ട് ഞാനിപ്പം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്, എനിക്ക് ഒത്തിരി സന്തോഷത്തിന് ഒത്തിരി നന്ദിയുണ്ട്. എന്നിട്ട് ഫൗസ്റ്റീനയെ മുറുക്കെ കെട്ടിപ്പിടിച്ച് നന്ദി പറയുന്നുണ്ട്, മുറുക്കെ കെട്ടിപ്പിടിച്ച് നന്ദി പറഞ്ഞു. അപ്പോൾ ഫൗസ്റ്റീന എഴുതുകയാണ്, പുണ്യവാന്മാരുടെ ഐക്യം എത്ര റിയലാണ്, ശരിക്കും ശുദ്ധികരാത്മാക്കളും നമ്മളും സ്വർഗത്തിലുള്ളവർ എത്ര അടുത്ത് നീങ്ങുന്നവരാണ് എനിക്ക് നല്ലപോലെ മനസ്സിലായി എന്ന് ഫൗസ്റ്റീന എഴുതുകയാണ്. പക്ഷെ അവിടെ ഒരു കാര്യം ഇപ്പം ഞാൻ പറയാൻ വന്നത്, ഈ സഹോദരി കാണപ്പെടുമ്പോൾ ഫൗസ്റ്റീനോട് പറയുകയാണ്, മൈക്കിളമ്മ, മദർ ജനറാള് മൈക്കിളമ്മ ഈ കാര്യം കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് ഫൗസ്റ്റീന പറഞ്ഞിട്ട് അവിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാകാതിരുന്നത് കൊണ്ടാണ് ആ മഠത്തില് ഈ മാസങ്ങളിലെല്ലാം കുറെ ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നത് എന്ന് പറയുകയാണ്. ഇനി ആ പ്രാർത്ഥന ഇപ്പം പൂർത്തിയായി, ഞാൻ പ്രകാശിനി ആവുകൊണ്ട് ഇനി ഈ മഠത്തിൽ ആ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല. ഇത് വായിച്ചപ്പോൾ ഞാൻ ഓർമ്മിക്കുകയായിരുന്നു, നമ്മളുടെ പലരുടെയും കുടുംബങ്ങളിൽ പല ദുരന്തങ്ങളും വിട്ടുമാറാത്തതിൻ്റെ പുറകിൽ നമ്മളുമായി ബന്ധപ്പെട്ട മരിച്ചവർക്ക് വേണ്ടത്ര പ്രാർത്ഥന നമ്മൾ കൊടുക്കുന്നില്ലാത്ത അവസ്ഥയുണ്ട്. റോമാരൂപതയിലെ എക്സോസിസ്റ്റ് ആയിരുന്ന ഗബ്രിയേലി അമർത്തച്ഛൻ്റെ 2 പുസ്തകങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ആൻ എക്സോസിസ്റ്റ് ടെൽസ് എ സ്റ്റോറി, ആൻ എക്സോസിസ്റ്റ് മോർ സ്റ്റോറീസ്. ആൻ എക്സോസിസ്റ്റ് മോർ സ്റ്റോറീസ് 2ാമത്തെ പുസ്തകത്തിൻ്റെ അവസാനത്തിൽ കുറെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഉത്തരം കൊടുക്കുന്ന ഒരു സെക്ഷനുണ്ട്. ആൾക്കാർ സംശയങ്ങൾ ചോദിച്ചത് അദ്ദേഹം അതിന് ഉത്തരം കൊടുക്കുകയാണ്. അതിനകത്ത് ഒരു ചോദ്യം ഒരു മനുഷ്യൻ ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, അവര് ഒരു വീട് അടുത്ത കാലത്ത് വാങ്ങിച്ചതാണോ വാടകയ്ക്കാണെന്ന് അറിയത്തില്ല, താമസം മാറ്റി. ആ വീട്ടിൽ താമസം മാറ്റി വന്നു കഴിഞ്ഞപ്പോൾ കുറേ അസ്വസ്ഥതകൾ ഉണ്ടാവുകയാണ്, പല പ്രശ്നങ്ങൾ, രോഗങ്ങൾ, ഞെരുക്കം, അങ്ങനെയല്ല. അതോടൊപ്പം ഇങ്ങനെ വീട്ടിലിങ്ങനെ എന്തൊക്കെയോ തട്ടുന്നു മുട്ടുന്നു സ്വരങ്ങൾ, അവസരങ്ങളൊക്കെ കേൾക്കുകയാണ്. അങ്ങനെ അവിടുത്തെ വാസം അങ്ങ് ശരിയാകുന്നില്ല. അങ്ങനെ കുറേ ദിവസങ്ങളായി കഴിഞ്ഞപ്പോൾ അവർ ഇതേപ്പറ്റി അടുത്തുള്ള ആരോട് സംസാരിച്ചപ്പം ഇപ്പം അറിയാവുന്ന അയൽക്കാർ പറഞ്ഞു, നിങ്ങൾ ഇവിടെ വന്ന് മേടിച്ച് താമസം ആരംഭിച്ചു, പക്ഷെ ഈ വീട്ടിൽ കുറേ നാൾക്ക് മുമ്പ് ആത്മഹത്യ നടന്നിട്ടുണ്ട്. ആത്മഹത്യ നടന്ന് അത് കഴിഞ്ഞിട്ടാണ് ആ താമസിച്ചിരുന്നവർ ഇവിടുന്ന് വിട്ടിട്ട് പോയത്. അതറിയാതെ നിങ്ങൾ വാങ്ങിച്ചത്. ഇതാണ് പശ്ചാത്തലം. അപ്പം അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവം എന്ന് കേൾക്കുമ്പോൾ ഇവരിങ്ങനെ ഞെരുങ്ങി എന്താ ചെയ്യുന്ന, രാത്രിയിൽ ഇങ്ങനെ ഉറക്കം ശരിയാകുന്നില്ല, മറ്റ് അസ്വസ്ഥതകൾ. അപ്പോൾ ആരോ പറഞ്ഞു കൊടുത്തു, ഒരു പ്രാർത്ഥന കൂട്ടായ്മയിൽ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു കൊടുത്തു, ഗ്രിഗോരി കുർബാന ചൊല്ലിച്ച് 30 കുർബാന ആ വീട്ടിൽ വെച്ച് ആത്മഹത്യ വഴി മരിച്ചുപോയ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് കുർബാന ചൊല്ലിച്ച് പ്രാർത്ഥിച്ച് എന്ന് പറഞ്ഞു കൊടുത്തു. ഇവരങ്ങനെ ചെയ്തു കഴിഞ്ഞ് പിന്നെ പ്രശ്നം ഉണ്ടായില്ല, അന്തരീക്ഷമെല്ലാം മാറി. അപ്പൊ ഇത് വെച്ചുകൊണ്ട് ഈ ഗബ്രിയേലി അമോർത്തച്ഛന് ആ കുടുംബാംഗങ്ങൾ കത്ത് എഴുതി ചോദിക്കുകയാണ്, എന്താ ഇതിൻ്റെ അർത്ഥം, നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്, എന്താ ഇത്? ഈ മരിച്ചുപോയ വ്യക്തികൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഞെരുക്കം ഉണ്ടാകുമോ? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആശ്വാസം കിട്ടുന്ന പ്രാർത്ഥന സംഭവിച്ച കാര്യമാണ്. പച്ചൻ അതേപ്പറ്റി ഉത്തരം കൊടുത്തത് വിശദമായിട്ട് എഴുതുന്നുണ്ട്. പച്ചനത് പറയുകയാണ്, മരിച്ചു പോകുന്ന വ്യക്തികൾ ആശ്വാസമില്ലായ്മ ശുദ്ധികര അവസ്ഥയിലാണ്. ഇപ്പം ആത്മഹത്യയാണ് സംഭവം
നമുക്കറിയാം ആത്മഹത്യ എല്ലാം നേരെ നിത്യനരകത്തിലേക്ക് പോകണമെന്നില്ല, അവരുടെ ചില പ്രത്യേക സാഹചര്യം കൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പം അങ്ങനെയൊക്കെ സംഭവം നടക്കുമ്പം അവർക്ക് പ്രാർത്ഥന ആവശ്യമുണ്ട്. ആ പ്രാർത്ഥന കിട്ടാനായിട്ട് പല രീതിയിൽ ഇടപെടാൻ ദൈവം ചിലപ്പോൾ അനുവദിച്ചെന്ന് വരും. അപ്പം ആ ഒരു ഇടപെടലിൻ്റെ ഒരു അടയാളമാണ് ഈ വീട്ടിലുണ്ടായ അസ്വസ്ഥയും കാര്യങ്ങളും. നിങ്ങളിപ്പോൾ ഈ വീട് ഉപയോഗിക്കുന്നു, ചിലപ്പോൾ ആ ആത്മഹത്യ ആളായിരിക്കും ഇവിടെ ഉണ്ടാക്കിയത്, അങ്ങേര് പണിതുണ്ടാക്കിയ വീടാണ്. അങ്ങേരിപ്പം ആശ്വാസമില്ലായ്മയിലാണ്. നിങ്ങളിവിടെ സുഖമായിട്ട് വീട്ടിൽ താമസിക്കാനായിട്ട് നോക്കുകയാണ്. അങ്ങനെ നിങ്ങളിവിടെ സുഖമായിട്ട് താമസിക്കാൻ നോക്കുമ്പം നിങ്ങൾ അനുഭവിക്കുന്ന ഈ വീടിന് വേണ്ടി അധ്വാനിച്ച കഷ്ടപ്പെട്ട ആ മറ്റേ വ്യക്തി തൊട്ടപ്പുറം നിത്യതയിൽ സഹനത്തിലാണ്. ആ സഹനം നിങ്ങളിലേക്ക് വരികയാണ്. അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ആശ്വാസം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് കടപ്പാടുള്ള ആൾക്കാർ നിങ്ങൾ മാറിയിരിക്കുക, അത് നിങ്ങൾ കൊടുക്കണം. അപ്പം അത് കുർബാന ചൊല്ലിച്ച് കുർബാനയെ സംബന്ധിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ആശ്വാസം കിട്ടി. ആ വ്യക്തിയുടെ ആത്മഹത്യ എന്നുള്ള പാപം എന്തെങ്കിലും അറിവില്ലായ്മയിൽ ബലഹീനത സംഭവിച്ചു പോയതായിരിക്കാം. അത് പരിഹൃതമായി ഈശ്വരന്റെ യോഗ്യതയാൽ അവിടെ ആശ്വാസം വന്നപ്പം ഇവിടെ ആശ്വാസമായി. ഇങ്ങനെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ആശ്വാസം ഉണ്ടാകുന്ന സംഭവങ്ങൾ ഒരുപാടുണ്ട്. അനേകം പങ്കുവെക്കുന്നുണ്ട്. പാദ്രബിയയുടെ ജീവിതത്തിൽ പാദ്രബിയ പറയുന്ന ഒരു സംഭവം, അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ 2ാം ലോകമഹായുദ്ധ കാലത്താണ്. ഒരുപാട് ആരോഗ്യമുള്ള പ്രദേശം അച്ഛന്മാരെ എല്ലാം യുദ്ധത്തിന് വിളിച്ചുകൊണ്ട് പോയി. ഇവർ കുറച്ചുപേര് മാത്രമേ ആശ്രമത്തിലുള്ളൂ. അപ്പം രാത്രിയിൽ ഒരു ഗസ്റ്റ് ഉണ്ട്, ഒരു അച്ഛൻ്റെ സഹോദരി അച്ഛനെ കാണാനായിട്ട് വന്നൊരു പൗളിനോസ്. അപ്പം ആ സഹോദരിയെ താഴെ ഗസ്റ്റ് റൂമിൽ കിടത്താനായുള്ള ക്രമീകരണം ചെയ്യുകയാണ്. അപ്പോൾ അവിടെ അത്യാവശ്യം കട്ടിലൊക്കെ കൊണ്ടുപോയിട്ടിട്ട് രാത്രിയിൽ അവിടെ കിടത്താനുള്ള ക്രമീകരണമൊക്കെ ചെയ്ത് ഈ സഹോദരിയും ആ വന്ന ഗസ്റ്റിൻ്റെ ആങ്ങള അച്ഛനും കൂടെ അപ്പുറത്ത് ചാപ്പലിൽ പ്രാർത്ഥിക്കാനായിട്ട് വന്നതെല്ലാം പോയിരിക്കുകയാണ് ഉറങ്ങാൻ വരുന്നതിന് മുമ്പ്. അപ്പോൾ പാദ്രബിയെ തനിച്ച് ഈ മുറി ഗസ്റ്റ് റൂമിൽ ഇരിക്കുമ്പം ഒരുക്കിക്കൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ ഉണ്ട് പ്രായം ചെന്ന ഒരു മനുഷ്യൻ രാത്രി 10 മണി സമയത്താണ് ഈ മുറിയിലേക്ക് കയറി വരികയാണ്. പാദ്രബിയെ കാണുകയാണ്, പ്രായം ചെന്നൊരു മനുഷ്യൻ. അപ്പോൾ പാദ്രബിയെ പെട്ടെന്ന് മറന്നുപോയി, ഇത് ഇവിടെ ഒരാൾ വരാൻ നിവൃത്തിയില്ലല്ലോ, ഇത് രാത്രിയാണെന്ന് ഓർത്തില്ല. ഉടനെ എന്താ വിശേഷം എന്നാ പറഞ്ഞു. അന്നേരം ആ മനുഷ്യൻ വന്ന് കയറി മുറി ഇരുന്നു. അത്രയും ഇരുന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ മുറിയിൽ ഒരു ഡേറ്റ് പറഞ്ഞു. ഒരു പാദ്രബിയ മരിക്കുന്നത് 1959 മറ്റാണ്, 66 മറ്റാണ് നിൽക്കുന്നത് പാദ്രബിയ മരിക്കുന്നത്. 908 ഈ മുറി താമസിച്ചിട്ട് തീ പിടിച്ചു മരിച്ച ആളാണ് ഞാൻ. അതെങ്ങനെ അങ്ങനെ പറ്റിയത്? ഇത് ശരിയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇത് അച്ഛന്മാരുടെ ആശ്രമമാകുന്നതിന് മുമ്പ് ഒരു വൃദ്ധമന്ദിരമായിരുന്നു. അന്ന് ഈ വൃദ്ധമന്ദിരത്തെ അന്തേവാസിയായിരുന്നു ഞാൻ. എന്നിട്ട് അദ്ദേഹം തൻ്റെ പേരും ഗ്രാമവും കൃത്യമായിട്ട് പറഞ്ഞു. ഞാനിവിടെ രാത്രി ഞാൻ പുക വലിച്ചിട്ട് സിഗരറ്റ് വലിച്ചിട്ട് അതും പിടിച്ചുകൊണ്ട് കിടന്ന് ഉറങ്ങിപ്പോയി. അങ്ങനെ അത് വേണ്ട കടക്കിക്ക് തീ പിടിച്ചിട്ട് കത്തി അതിനകത്ത് മരിച്ചതാണ്. എനിക്ക് ഇതുവരെ ആശ്വാസം കിട്ടിയിട്ടില്ല. ഞാൻ താമസിച്ചിരുന്ന മുറിയാണിത്. അച്ഛൻ ഇപ്പോൾ ഇവിടെ വന്നല്ലോ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇങ്ങനെ പറഞ്ഞു. അച്ഛന് പല അനുഭവം ഉള്ളത് കൊണ്ടും കൂടി ആയിരിക്കാം അച്ഛനത് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഏറ്റവും ഈ മനുഷ്യൻ അപ്രത്യക്ഷനായി. ഇത് പിന്നീട് സഹോദരി വന്ന അച്ഛനും സഹോദരി പിന്നെ വന്നപ്പം പാദ്രബി ഈ കാര്യമൊന്നും പറഞ്ഞില്ല. സഹോദരി അവിടെ കിടക്കാൻ മടി കാണിച്ചു വിചാരിച്ചോണ്ട് കാര്യമൊന്നും പറഞ്ഞില്ല. പിറ്റേ ദിവസം അവർ പോയി കഴിഞ്ഞപ്പം ഈ അച്ഛൻ്റെ പക്കൽ പാദ്രബി ഈ കാര്യം ഇങ്ങനെ സംഭവം ഉണ്ടായി, ഇങ്ങനെ ഒരാൾ വന്നു, ഇതാണ് പേര്, ഇന്ന വർഷം തീയതിയും പറഞ്ഞു, മരിച്ച സംഭവം പറഞ്ഞു, ഇന്ന ഗ്രാമത്തിൽ ഇന്ന വീട്ടിൽ ആളാണെന്ന് പറഞ്ഞുവെന്ന്. എന്നിട്ട് ഗ്രന്ഥകർത്താക്കൾ എഴുതിയിരിക്കാൻ അടുത്ത ദിവസം ഇവർ ആ ഗ്രാമത്തിൽ പോയി അന്വേഷിച്ച് ഇങ്ങനെ ഒരു വീട് അവിടെ ഉണ്ട്, ഇങ്ങനെ ഒരാളുണ്ടായിരുന്നുണ്ട്. അപ്പം അവിടെ നിന്ന് അറിഞ്ഞു ആ മനുഷ്യൻ ഇങ്ങനെ വൃത്തമെന്ന് താമസിച്ച് തീ പിടിച്ച് മരിച്ചതാണ് എന്നറിയുകയാണ്. അപ്പോൾ ആ മനുഷ്യൻ പറയാൻ ആശ്വാസമില്ലാത്ത അവസ്ഥയിലാണ്. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ആ മുറിയിലേക്ക് അദ്ദേഹം വന്നിട്ട് അത് ഉപയോഗിക്കാൻ വന്നിരിക്കുന്ന ആൾക്കാരോട് പ്രാർത്ഥന ചോദിക്കുകയാണ്. ഞാനിങ്ങനെ പറയുന്നത് നേരെ കൃത്യം നമ്മൾ ചിന്തിക്കും വരുമ്പം ബൈബിളിൽ എങ്ങനെ കൃത്യം പഠിപ്പിക്കുന്നുണ്ടോ ഒരു സംശയം തോന്നുമായിരിക്കാം. പക്ഷെ നമുക്കറിയാമല്ലോ, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥന സഭയുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്, ട്രഡീഷണൽ നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. നമ്മളിത് വായിച്ച ലേഖന ഭാഗത്തിൽ പൂർവികർ വഴി നമ്മിലേക്ക് വന്നിരിക്കുന്ന തിന്മകളെ ഈ കുഞ്ഞാടിൻ്റെ പോലെയുള്ള ഈശോയുടെ അമൂല്യ രക്തം കൊണ്ടാണ് പരിഹരിച്ച് അതിനൊരു വീണ്ടെടുപ്പ് നമുക്ക് ഉണ്ടാകണമെന്ന് പറയുന്നുണ്ട്. പൂർവർക്ക് വേണ്ടി മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥനയെക്കുറിച്ചാണ്. അല്ല, മരിച്ചവരുടെ നമ്മിലേക്ക് വരുന്ന വ്യർത്ഥമായ കാര്യങ്ങൾ എന്നുള്ള വീണ്ടെടുപ്പ്. ഇപ്പം മരണം വഴി കടന്നുപോയ വ്യക്തികൾ വഴി നമ്മിലേക്ക് വന്നിരിക്കുന്ന വ്യർത്ഥതകൾ, തിന്മകൾ, ദുസ്വാധീനങ്ങൾ,
ഇതേക്കുറിച്ച് വചനം ആഴപ്പെടുത്തി പഠിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആദോ ഹവ്വയും ചെയ്തതായ പാപത്തിൻ്റെ ദുസ്വാധീനം നമ്മിലേക്ക് വരുന്നതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന ആശയമാണ് ഉത്ഭവ പാപം. സഭയുടെ മതപരഗ്രന്ഥം വിശദമായിട്ട് ഇത് പഠിപ്പിക്കുന്നുണ്ട്. മക്കൾക്ക് ജന്മം കൊടുക്കുമ്പോൾ മാതാപിതാക്കൾ അവരിലേക്ക് പകർന്നു കൊടുക്കുന്ന ശാരീരിക, മാനസിക, ഭൗതിക മേഖലയുടെ കഴിവുകളും നന്മകളും മാത്രമല്ല, അവിടെ ജീവിതത്തിലെ ഇല്ലായ്മകളും കുറവുകളും കൂടെ പകർന്നു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് യോഹന്നാൻ സുവിശേഷം 1-29 നമ്മൾ വായിക്കുമ്പോൾ, ആ ലോകത്തിൻ്റെ പാപം ഈ കുഞ്ഞാട് നീക്കുന്ന എന്താ എന്ന് പറയുന്നിടത്ത് സഭയുടെ മതപര ഗ്രന്ഥം കൃത്യമായിട്ട് പറയുന്നുണ്ട്. 405 404 കണ്ടില്ല മറ്റേ ഓർമ്മ പറയുന്നുണ്ട്. ആദ്യ മാതാപിതാക്കളുടെ പാപവും അതിനുശേഷം നമ്മൾ വരെയുള്ള സകല പൂർവികരുടെ പാപങ്ങളും ചേർന്ന് ലോകത്തിന് നമുക്ക് വന്നിരിക്കുന്ന പാപ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ലോകത്തിൻ്റെ പാപം. അതിനെ നീക്കുന്ന ആളാണ് ഈശോ. അതിനെ നീക്കുന്ന കുഞ്ഞാട് ഈശോയാണ്. ഈശോ നീക്കുന്ന കുരിശിലെ ബലിയിലാണ്. അപ്പം നമ്മൾ നമ്മുടെ പൂർവികർക്ക് വേണ്ടി, മരിച്ചവർക്ക് വേണ്ടി കുരിശിലെ ബലി കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമ്പം ഈ ലോകത്തിൻ്റെ പാപം നീക്കുന്ന കുഞ്ഞാടായ ഈശോയോട് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്കെതിരെ നിൽക്കുന്ന നമ്മുടെ പൂർവികർ വഴിയുള്ള സകല തിന്മകൾ നീക്കാൻ ആവശ്യപ്പെടുകയാണ്. ഇച്ചിരി പറഞ്ഞ് നിങ്ങൾക്ക് തിരിയുന്നുണ്ടെങ്കിൽ അറിഞ്ഞുകൂടെ? ഇച്ചിരി ചിലപ്പം ഗഹനമായിട്ട് തോന്നാമായിരിക്കാം. ആശയം മേഖല പറഞ്ഞു പോവുകയാണ്. സംഭവങ്ങൾ ഞാൻ ആവശ്യത്തിന് പറഞ്ഞില്ല, അതുകൊണ്ടാണ്. അപ്പം ഇങ്ങനെ കണക്ഷൻ ബൈബിളിലുണ്ട്. നമുക്കറിയാം, ഈശോ മത്തായി 23 നമ്മൾ വായിക്കുന്ന ഈ പരിസയ്യരും നിയമജരും പറ്റി അവരുടെ പൂർവികർ ചെയ്ത പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ഈ കൊല്ലപ്പെട്ട പൂർവികർ കൊന്ന ആൾക്കാരുടെ കബറിടം ഉണ്ടാക്കി അലങ്കരിച്ച് സ്മാരകം അലങ്കരിക്കുന്നു. അതേക്കുറിച്ച് മത്തായി 23-29 വരെ വാക്കുകൾ ഈശോ പറയുകയാണ്, നിങ്ങൾ ചെയ്യേണ്ട ഇതല്ല. നിങ്ങളുടെ കാരണവന്മാര് കൊലപാതകം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രായശ്ചിത്തം, പരിഹാരം നിങ്ങൾ ചെയ്യേണ്ടത് ഈ സ്മാരകം ഉണ്ടാക്കി അലങ്കരിച്ച് കൊല്ലപ്പെട്ടവർക്ക് വേണ്ടി അതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. മറിച്ച് തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചെറുകിൻ്റെ കീഴിൽ കാക്കുന്ന പോലെ നിങ്ങളെ കാക്കാൻ, സംരക്ഷിക്കാൻ കാത്തുക്കുന്ന എൻ്റെ പക്കലേക്ക് നിങ്ങൾ വരിക ചെയ്യണം. എൻ്റെ ബലിയിലേക്ക് നിങ്ങൾ കയറി വരണം. നരകവിധിയിൽ നിന്ന് ഒഴിഞ്ഞു പറഞ്ഞെങ്കിൽ എങ്ങനെ സാധിക്കും? ആ നരകവിധിയെ ദൂരീകരിക്കുന്ന ഈശോയുടെ ബലിയാണ്, അല്ലാതെ ഇങ്ങനെ സ്മാരകം ഉണ്ടാക്കി അലങ്കരിച്ചുകൊണ്ടൊന്നും അല്ല. അപ്പം അവിടെയും മത്തായി 23-29 വാക്യങ്ങളിലും ഈശോ സൂചിപ്പിക്കുന്നത് ഈ ആൾക്കാരോട് നിങ്ങളുടെ പൂർവികർ കാരണവന്മാർ ചെയ്ത പാപങ്ങൾക്കുള്ള പരിഹാരം എൻ്റെ ബലിയിലാണ്. അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ ഈശോ പറയുന്നുണ്ട്, ആബേല് മുതൽ അടുത്ത കാലത്ത് കൊല്ലപ്പെട്ട സക്രിയ വരെയുള്ള രക്തം നിങ്ങളുടെ മേൽ പതിക്കും. അപ്പൊ കാരണവന്മാർ ചെയ്ത പാപങ്ങളുടെ ഭാരം, ഞെരുക്കം നിങ്ങളുടെ മേൽ വരുന്നു. അത് പാപത്തിന്റെ ശിക്ഷ ആയിട്ടല്ല, ദുസ്വാധീനമായിട്ടാണെന്ന് സഭ കൃത്യം പഠിപ്പിക്കുന്നുണ്ട്. 2010 സീറോ മലബാർ സഭയുടെ ഡോക്ടറിനിക് കമ്മീഷൻ, നമ്മുടെ കല്ലങ്ങാട്ട് പിതാവാണ് എൻ്റെ അധ്യക്ഷനായിട്ട് അന്നുണ്ടായിരുന്നത്. 3 ബിഷപ്പ്മാരാണ് ഈ തലമുറകളിലൂടെ കടന്നു വരുന്ന ദുസ്വാധീനത്തെക്കുറിച്ച് പഠിപ്പിക്കും. അവസാന ഭാഗത്ത് പറയുന്നത്, കാരണവന്മാർ ചെയ്യുന്ന പാപത്തിന് മക്കളെ ദൈവം ശിക്ഷിക്കുന്നില്ല, കാരണവന്മാരുടെ പാവം ദൈവശാപമായിട്ട് മക്കളിലേക്ക് വരുന്നുമില്ല. പക്ഷെ കാരണവന്മാരായിട്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞ കൃപ മക്കൾക്ക് അനുഭവിക്കാൻ കിട്ടുകയല്ല. അങ്ങനെ കാരണവന്മാരുടെ പാപത്തിൻ്റെ ഫലമായുണ്ടായ ചോർച്ചയുടെ ഞെരുക്കം മക്കൾക്കുണ്ടാവാം. എന്നിട്ട് അവിടെ കല്ലങ്ങാട്ട് പിതാവ് ഉൾപ്പെടെയുള്ള ഡോക്ടർ കമ്മീഷൻ പറയുന്ന ഉദാഹരണം ഇതാണ്. കാരണവന്മാർ അവർക്ക് കിട്ടിയ വസ്തുവകൾ മുഴുവൻ വിറ്റ് തൂർത്തടിച്ച് കുടിച്ച് നശിപ്പിച്ച് കളഞ്ഞാൽ മക്കൾക്ക് അനുഭവിക്കാനില്ല. മക്കളല്ല തൂർത്തടിച്ചത്, മക്കൾ കുടിച്ചില്ല, മക്കൾ വിറ്റ് കളഞ്ഞില്ല. അപ്പന കുടിച്ചത്, വിറ്റ് കളഞ്ഞത്, തൂർത്തടിച്ചത്. പക്ഷെ അതിൻ്റെ ഞെരുക്കം, ഇല്ലായ്മ, ദാരിദ്ര്യം അവിടെ മക്കൾ അനുഭവിക്കും. എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ പൂർവികര്, കുടുംബാംഗങ്ങള് തോർത്തടിച്ച് കളഞ്ഞതായ ദൈവ കൃപ, ദൈവ അനുഗ്രഹ നന്മകള് നമുക്ക് അനുഭവിക്കാൻ കിട്ടിയല്ല. അത് നമുക്ക് ഞെരുക്കമായിട്ട് വരുന്നു. അപ്പൊ നമ്മൾ മരിച്ചു പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം അതിൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെ പ്രാർത്ഥിച്ച് അവർ വരുത്തി വെച്ച ചോർച്ചകളെ നമ്മൾ ഈശോയുടെ സമൃദ്ധിയിൽ നിറയ്ക്കുന്നില്ല എങ്കിൽ ആ ചോർച്ചയുടെ ഞെരുക്കം, ആ ഇല്ലായ്മയുടെ ഞെരുക്കം നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇത് നമ്മൾ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടും പാരമ്പര്യമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ധ്യാനത്തിൽ അത് വിശദമായിട്ട് കാണുന്നുണ്ട്. സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കാരണവന്മാരുണ്ടാക്കിയ വീടും പറമ്പും അവരവിടെ ചെയ്ത തിന്മയുടെ പ്രവൃത്തികൾ അവർ പോയി കഴിയുമ്പോൾ അവിടെ പതിഞ്ഞു കിടന്നിട്ട് അവിടെ താമസിക്കുന്ന നമ്മളിലേക്ക് ദുസ്വാധീനങ്ങൾ ഞെരുക്കം കണ്ടുവരുന്ന പല സംഭവങ്ങളും ഇവിടെ നമ്മൾ ധ്യാനത്തിന് പങ്കുവെക്കാറുള്ളതാണ്, ധ്യാനത്തിന് പങ്കുവെക്കുന്നതാണ്. ഞാനിവിടെ തൊടുപുഴ മാതാവിൻ്റെ കപ്പേളയിൽ
കൃത്യമായിട്ട് അവിടെ അതിന് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഡോക്ടർ ജോഷി രേഖപ്പെടുത്തുന്ന സംഭവം അവിടെ വായിച്ച് കേൾപ്പിക്കാറുണ്ട്. നിങ്ങൾക്ക് ധ്യാനം കൊണ്ടവർക്ക് അറിയാം. ഒരു 32 വയസ്സുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ തൊടുപുഴ സെൻറ്റ് മേരീസ് ആശുപത്രി ഏതാനും വർഷം മുമ്പ് ഇങ്ങനെ ശ്വാസം മുട്ടലും പനിയൊക്കെ ആയിട്ട് വന്നു. പരിശോധിച്ചപ്പോൾ ഇങ്ങനെ ഹൃദയത്തിൻ്റെ രക്തധമനി പൊട്ടാറായിട്ടിരിക്കുന്നു, എപ്പം വേണേൽ പൊട്ടാവുന്ന അവസ്ഥയിലേക്ക് ചതഞ്ഞ് വീർത്തിരിക്കുക. അപ്പോൾ കൂടെ പരിശോധനയ്ക്ക് വേണ്ടി പെട്ടെന്ന് എറണാകുളത്ത് ലിസി ഹോസ്പിറ്റലിലേക്ക് അയച്ചു. അവിടെ റോണി മാത്യു ഡോക്ടർ പരിശോധിച്ചിട്ട് എത്രയും വേഗം ഓപ്പറേഷൻ ചെയ്ത് അത്ര ഭാഗം മാറ്റി വേറെ ആർട്ടിഫിഷ്യലായിട്ട് രക്തക്കൊള്ളു പിടിപ്പിക്കണം, അല്ലെങ്കിൽ എപ്പോൾ വേണേൽ പൊട്ടാം. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണെന്ന് കണ്ടു. അങ്ങനെ ചിന്തിച്ചപ്പം ഇവർ ഈ തൊടുപുഴ മാതാവിൻ്റെ കപ്പളെ വന്ന് സ്ഥിരം പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമായിരുന്നു. അവരോടൊന്ന് പ്രാർത്ഥിച്ചപ്പോൾ മാതാവിന് മെസ്സേജ് കിട്ടുകയാണ്, ഓടിപ്പോയി ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് കുറച്ചുകൂടെ ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കാൻ. കപ്പളെ വന്നിരുന്ന് കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുക, 1 മണിക്കൂർ ആരാധിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള മെസ്സേജ് കിട്ടി. അവരത് വിശ്വാസത്തിലെടുത്തിട്ട് ഓപ്പറേഷന് വേണ്ടി തിരിച്ചു പോകാതെ അവർ അവിടെ വന്നിട്ട് പ്രാർത്ഥിക്കാൻ ആരംഭിക്കുകയാണ്. അങ്ങനെ കുറേ ദിവസം പ്രാർത്ഥിച്ചപ്പോൾ അടുത്തൊരു വെളിപ്പെടുത്തൽ കിട്ടുകയാണ്. ഈ വന്നിരിക്കുന്ന 32 വയസ്സുകാരൻ്റെ അപ്പൻ ഏതാനും വർഷം മുമ്പാണ് മരിക്കുന്നത്. വാഴക്കുളം സെൻറ്റ് ജോർജ് ആശുപത്രി വെച്ചാണ്. അത് ഇതുപോലെ തന്നെ ഒരു ചെറിയ അസ്വസ്ഥയായിട്ട് വന്നിട്ട് പെട്ടെന്ന് മരിച്ചു. അപ്പോൾ ഈ ഹൃദയത്തിൻ്റെ ധമനി ഇങ്ങനെ വന്ന് പൊട്ടിയാൽ മരിക്കുന്ന അതേ ലക്ഷണങ്ങളാണ് ആ അപ്പനും ഉണ്ടായിരുന്നത്. രക്തം ഹൃദയത്തിൻ്റെ ധമനി പൊട്ടുമ്പം രക്തം നെഞ്ചുകൊണ്ടകത്തോട്ട് ഒഴുകി ഇറങ്ങിയിട്ട് ശ്വാസകോശമല്ല അതിനകത്ത് കുതിരും, ശ്വാസം വിടാൻ മേല, ശ്വാസം മുട്ടിയിട്ട് അവിടെ പെട്ടെന്ന് മരിക്കും. ബ്ലഡ് പുറത്ത് വരികയില്ല, പക്ഷേ ഞരമ്പുകളിൽ ബ്ലഡ് കാണുകയില്ല. അപ്പം ഇങ്ങനെയായിരുന്നു അപ്പം മരിച്ചു എന്നുള്ളത് ഒരു വെളിപ്പാടായിട്ട് കിട്ടി. പിന്നെയും കുറേ ദിവസം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈ അപ്പൻ മാത്രമല്ല, ഈ മനുഷ്യൻ്റെ അപ്പം മാത്രമല്ല, വല്യപ്പൻ ഇങ്ങനെ തന്നെ മരിച്ചു എന്നുള്ളത് അവിടെ വ്യക്തത കിട്ടുകയാണ്. വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ വീണ്ടും കാണുകയാണ് 4ാം തലമുറയിലെ ഒരു വല്യപ്പൻ അന്നൊരു വീടുകാർ താമസത്തിന് ഒരു പണിക്കാരനുമായിട്ട് എന്തോ വഴക്കുണ്ടായി, വാക്കുതർക്കമുണ്ടായി. ഈ വല്യപ്പൻ കോപിഷ്ഠനായിരുന്നു. അങ്ങേര് പണിക്കാരനെ അടിച്ചു, അങ്ങേര് ബോധം കെട്ട് വീണു. അപ്പോൾ വല്യപ്പൻ ഓർത്ത് അങ്ങേര് മരിച്ചു എന്ന് ഓർത്തുകൊണ്ട് രാത്രി അന്നത്തെ 4 തലമുറ മുമ്പാണ് ഈ വല്യപ്പൻ ആ മനുഷ്യനെ പണിക്കാരനെ വലിച്ച് കൊണ്ടുപോയി പുറത്ത് പറമ്പിൽ കുഴി എടുത്തിട്ട് അതിനകത്ത് കൊണ്ട് ഇട്ടു. എന്നിട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ തൂമ്പാടും മാടിന് ഒരു അടിയും കൂടെ കൊടുത്തു. അങ്ങനെ കുഴിച്ചു മൂടി. ഇങ്ങനൊരു സംഭവം പുറത്തു വരികയാണ്. അപ്പോൾ ആ സംഭവം ഇവർ പിന്നെ അത് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടു. ആ സംഭവം കഴിഞ്ഞ് മകൻ്റെ മകൻ ഇപ്പം 32 വയസ്സുകാരൻ 3 പേര് ഇതേ രീതിയിലുള്ള അവസ്ഥയായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യം വെളിപ്പെട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ മാതാവ് പറഞ്ഞു, ഈ മരിച്ചവർക്കും കൊലപാതകം ചെയ്ത ആൾക്കാർക്കും വേണ്ടി കുർബാന ചൊല്ലിച്ച് അവർക്ക് വേണ്ടി കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ച് അവർ തിരികെ സമർപ്പിച്ചു. അങ്ങനെയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് മാതാവ് ഓപ്പറേഷൻ മക്കളും പറഞ്ഞു. മദ്രാസിൽ കൊണ്ട് ഓപ്പറേഷൻ നടത്തി ഡോക്ടർ ബാഷി ഈ മനുഷ്യനെ ഇന്ന് ആരോഗ്യത്തിൽ ജീവിക്കുകയാണ്. ഇത് വളരെ കൃത്യമായിട്ട് നമുക്ക് ഉറപ്പുള്ള സംഭവമാണ്. നമുക്ക് ആശ്ചര്യം തോന്നും അങ്ങനെയൊക്കെ സംഭവിക്കുവാന്ന്. വേറെ സംഭവങ്ങൾ ഇവിടെ ഞാൻ പല ഡെലിവറൻസ് അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട്. സ്നേഹമുള്ളവർ 2-3 തലമുറ മുമ്പ് കർന്നവന്മാർ ചെയ്ത ചില പ്രത്യേക പ്രവൃത്തികൾ, തിന്മയുടെ പ്രവൃത്തികൾ അതേ രീതിയിൽ ഞെരുക്കം കുടുംബത്തിൽ ഉണ്ടാക്കുന്നതായിട്ട്. നമ്മുടെ ജെയിംസ് മഞ്ഞാക്കലച്ഛനെയൊക്കെ നിങ്ങൾക്ക് കുറേയെങ്കിലും അറിയാം. അച്ഛനൊരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. ഞാൻ ബാംഗ്ലൂരായിരിക്കുമ്പോൾ അച്ഛൻ ആ പുസ്തകം എഴുതിയിട്ട് പ്രകാശനം ചെയ്യാനായിട്ട് അവിടെ കൊണ്ടുവന്നു. എന്നിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞു, ഞാൻ അച്ഛന് ഒരു പ്രൊവിൻഷ്യാളച്ഛനെ കൊടുത്തിട്ട് പറഞ്ഞു, പ്രൊവിൻഷ്യാളച്ഛനോട് അച്ഛൻ്റെ ഒരു പുസ്തകം കോപ്പി കൊടുത്തിട്ടുണ്ട്, പ്രകാശനം ചെയ്യാൻ പറഞ്ഞു. പ്രകാശനം ചെയ്യാൻ സംഭവം ഓർക്കുക. അതിന് കോപ്പി എൻ്റെ ഇരിപ്പുണ്ട്. അത് ഈ കുടുംബ വിശദീകരണത്തെക്കുറിച്ചാണ്. അതിനകത്ത് അച്ഛൻ പങ്കുവെക്കുന്ന കാര്യങ്ങൾ, സംഭവങ്ങൾ പല കുടുംബങ്ങളിൽ ഇങ്ങനെ മുൻ തലമുറകൾ ചെയ്ത സംഭവങ്ങൾ എങ്ങനെയാണ് കുഞ്ഞുങ്ങളിലേക്ക് ഇപ്പോഴത്തെ തലമുറകളിലേക്ക് പ്രശ്നങ്ങളായിട്ടും തടസ്സമായിട്ടും വന്നിരിക്കുന്നത്. അവർക്ക് വേണ്ടി കുർബാന അർപ്പിച്ചും കരുണക്കൊന്ത ചൊല്ലി അവർ പ്രാർത്ഥിച്ചൊക്കെ നീങ്ങുമ്പോൾ അഴിഞ്ഞ് വരുന്ന ഒരുപാട് അത്ഭുതകരമായ സംഭവങ്ങൾ മഞ്ഞാക്കലച്ഛനകത്ത് പങ്കുവെക്കുന്നുണ്ട്. ശേഖമെടുത്തൊരു യാഥാർത്ഥ്യമാണ്. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാത്തതിൻ്റെ പേര് മാത്രം ഞെരുക്കത്തിൽ നീങ്ങുന്ന അനേക കുടുംബങ്ങൾ നമുക്കിടയിൽ ഉണ്ട് എന്നുള്ള വാസ്തവമാണ്. കാരണം നമ്മുടെ തെറ്റുകളും കുറവുകളും എന്താണെന്ന് കൃത്യം അറിയണോ നിർബന്ധമില്ല. അറിയാവുന്നതുകൊണ്ട് അത് അറിഞ്ഞ് പറഞ്ഞ് കുർബാനയെ സംബന്ധിച്ച് പ്രാർത്ഥിച്ചും കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ചും കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചും മുന്നോട്ട് നീങ്ങിക്കേ. ഞാൻ ഭർത്താനത്തായിരിക്കുമ്പം അവിടെ ഇടവകയിലുള്ള ഒരു കുടുംബത്തിലെ ഒരു കുടുംബനാഥൻ എൻ്റെ പക്കൽ വന്നിട്ട്, അവിടുത്തെ പിള്ളേരൊക്കെ ധ്യാനത്തിലൊക്കെ സഹകരിക്കുന്ന ആൾക്കാരായിരുന്നു. അവരുടെ തറവാടിച്ച് ദൂരെയുള്ള സ്ഥലത്താണ്. അവിടെ വെല്ലുമിച്ച് അവരിങ്ങനെ നല്ല ബോധം ഇല്ല, പക്ഷേ എണീറ്റിരിക്കുകയൊക്കെ ചെയ്യും, സംസാരിക്കും, ഭക്ഷണമൊക്കെ കഴിക്കും, പക്ഷേ ആളെ ഒന്നും ഓർമ്മയില്ല.
അപ്പം ഈ വല്യമ്മച്ചി കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ കരച്ചിലാണെന്ന് പറയുകയാണ്. ഈ വല്യമ്മച്ചി ഇരുന്ന് കരയുകയാണ്. എത്ര പ്രാർത്ഥിച്ചിട്ടും പറഞ്ഞിട്ടൊന്നും വല്യമ്മച്ചിക്ക് ഒന്നും തിരിയുന്നില്ല. എന്നിട്ട് വല്യമ്മച്ചി പറയാ, ഈ കുഞ്ഞുങ്ങൾ എന്നാ കരയുന്നത്, ഈ പിള്ളേരെന്നാ കരയുന്നത്, ഇങ്ങനെ പറഞ്ഞാണ് വല്യമ്മച്ചി കരയുന്നത്. അപ്പം ഇത് ഇങ്ങനെ കുറേ ദിവസങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർക്ക് എന്നാ കാണിക്കണമെന്ന് അറിയത്തില്ല. അവിടുത്തെ ഒരു മകൻ ഇവിടെ താമസിക്കുന്ന മകൻ എൻ്റെ പക്കൽ വന്നിട്ട് ഇങ്ങനെ പറയാം, അച്ഛാ ഒന്ന് ആ വീട്ടിൽ വരെ ഒന്ന് വരാം, വല്യമ്മച്ചി പ്രാർത്ഥിക്കാമോ? ഞാൻ പോയി. അങ്ങനെ വീട്ടിൽ ചെന്ന് വല്യമ്മച്ചിയെ കണ്ട് അവരോട് വല്യമ്മച്ചിയോട് ഇങ്ങനെ കണ്ട് അവർ സംസാരിച്ചിരുന്നപ്പം ഞാൻ ചോദിച്ചു, വല്യമ്മച്ചിയുടെ ജീവിതത്തിൽ ഏതെങ്കിലും കുഞ്ഞുങ്ങൾ ഗർഭാവസ്ഥയിൽ പോയത് പോലെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഇവർ പറഞ്ഞു, 2-3 പിള്ളേർ അങ്ങനെ അലസി പോയിട്ടുണ്ട് അച്ഛാ, ഞങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിച്ചേ, കുർബാനയും ചെല്ലിക്കാൻ പറഞ്ഞു. കരുണക്കൊന്ന് ചൊല്ലി കുർബാനയും ചെല്ലിച്ച് പ്രാർത്ഥിച്ചേ. അങ്ങനെ അവർക്ക് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ആ കുഞ്ഞുങ്ങളെ ഒരു പേരിട്ട് വീട്ടുമാവസ്ഥ കൊടുക്കുന്ന പോലെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പറഞ്ഞ് കുരിശിൻ്റെ അടയാളം മനസ്സുകൊണ്ട് അവിടെ മേലെ വരയ്ക്കുക. അവർ നിത്യതയിലുണ്ടല്ലോ. എന്നിട്ട് അവരോട് ഈശ്വര പ്രകാശത്തിലേക്ക് പ്രവേശിക്കുക, പേര് വിളിച്ച് അങ്ങനെ പറഞ്ഞേ. ഇത് നമുക്കറിയാം, വീട്ടുമാവസ്ഥ കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും ആർക്കും അനുവാദമുണ്ട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ സ്നാനപ്പെടുത്തുന്നു പറഞ്ഞ് കുരിശ് വരച്ചാൽ വീട്ടുമാവസ്ഥയായി. പെട്ടെന്ന് ഒരു കുഞ്ഞ് ജനിച്ച് പെട്ടെന്ന് പള്ളി കൊണ്ട നിവൃത്തിയില്ല, പെട്ടെന്ന് മരിക്കുന്ന സാഹചര്യം വന്നാൽ ആർക്ക് വേണം അങ്ങനെ വീട്ടുമാവസ്ഥ കൊടുക്കാൻ സഭ പഠിപ്പിക്കുന്നതാണ്, പാരമ്പര്യമുണ്ട് തന്നെ നമുക്കറിയാം. അപ്പം ഗർഭാവസ്ഥ കടന്നതിന് കുഞ്ഞെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും അവസരം കിട്ടിയിട്ടില്ല. സഭ പഠിപ്പിക്കുന്നത് നമുക്കറിയാമല്ലോ, ഗർഭധാരണത്തിൻ്റെ ആദ്യ നിമിഷം ഒരു വ്യക്തി എവിടെയുണ്ട്. ഗർഭധാരണത്തിൻ്റെ ആദ്യ നിമിഷം ഒരു വ്യക്തി എവിടെയുണ്ട്. അതുകൊണ്ടാണ് ഗർഭധാരണം നടന്നു കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞിട്ടാണെ പോലും അലസിപ്പിച്ച് നമ്മൾ കളഞ്ഞാൽ അത് ഗർഭചിത്രമാണ്, 5-ാം പ്രമാണ ലംഘനമാണ്, കൊലപാതകമാണ്. സഭ എപ്പോഴും അതാണ് പഠിപ്പിക്കുന്നത്. പിന്നെ വളർന്നു വന്നോ ഇല്ലയോ എന്നുള്ളത് ആഴ്ചകളെ കൊണ്ട് മാസങ്ങളെ കൊണ്ട് വളർന്നു വരും. വളർച്ച ഒരു സ്റ്റേജ് ആകുമ്പം പുറത്തേക്ക് ജനിച്ച കുഞ്ഞ് പിന്നെ വളർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വളർന്ന് അതൊരു പ്രക്രിയ നമുക്കറിയാം. 40-45 വയസ്സ് വരെ വളർന്നിട്ട് പിന്നെ നമ്മൾ ആരോഗ്യം ക്ഷയിച്ച് തീരുകയാണ്, അങ്ങനെ പോവുകയാണ്. ഇതൊറ്റ പ്രക്രിയയാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ ആരംഭം ഗർഭധാരണ നിമിഷത്തിലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദാമ്പത്യത്തിലോ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലോ ഉദരത്തിൽ ഉരുവായ ഏതെങ്കിലും ഒരു കുഞ്ഞ് ജനിക്കാൻ പറ്റാതെ നമ്മുടെ കുറ്റം കൊണ്ടാണ് പോകുന്നതെങ്കിൽ നമ്മളത് കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് മോചനം പ്രാപിക്കണം, അത് കൂടെ ചെയ്യണം. നമ്മുടെ കുറ്റം കൊണ്ടല്ലാതെ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് പോയി, അങ്ങനെയുള്ള ഓരോ കുഞ്ഞും നിങ്ങളുടെ ഒരു മകനാണ്, മകളാണ്, നിങ്ങളുടെ മകനോ മകളോ ആണ്. അതാണോ പെണ്ണെന്നുള്ള ഇനി പ്രസക്തമല്ല. കാരണം ശരീരത്തിൽ ആയിരിക്കും മാത്രമേ ആണും പെണ്ണും ഉള്ളൂ. ഈശോ പറയുന്നില്ല, 7 പേർക്ക് ഭാര്യയായിരുന്ന സ്ത്രീ നിത്യതയിൽ ആരുടെ ഭാര്യയായിരിക്കും? സദുക്കാർ പരീക്ഷിക്കാൻ വേണ്ടി ഈശോ പറയും, നിങ്ങൾക്ക് തെറ്റുപറ്റി, നിത്യതയിൽ ആണും പെണ്ണുമില്ല, മാലാഖമാരെ പോലെയാണ്. സ്ത്രീ പുരുഷ ശരീര വ്യത്യാസങ്ങൾ ഭൂമിയിൽ പ്രജനനത്തിനും കുഞ്ഞുങ്ങളുടെ പരിപാലനത്തിനും വേണ്ടി ദൈവം വെച്ച് ക്രമീകരണം മാത്രമേ ഉള്ളൂ. നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ ആണോ പെണ്ണോ എല്ലാം ഒരുപോലെയാണ്. മരിച്ചു കഴിയുമ്പം ഈ വ്യത്യാസങ്ങളില്ല, മാലാഖമാരെ പോലെയാണ്. അതുകൊണ്ട് ഗർഭധാരണത്തിന് ശേഷം ഏത് സ്റ്റേജിലാണെങ്കിലും കടന്നുപോയൊരു കുഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിലോ ദാമ്പത്യത്തിലോ ഉണ്ടെങ്കിൽ ആ കുഞ്ഞിനെ നിങ്ങളൊന്ന് സ്നേഹത്തോടെ ഓർമ്മിച്ച് ഒരു പേരിടണം. അത് നിത്യതയിലുണ്ട്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, ദൈവം വിചാരണ നടത്തുമ്പോൾ അവിഹിതമായ വേഴ്ചയിലുള്ള സന്താനങ്ങൾ മാതാപിതാക്കൾക്കെതിരെ തിന്മയുടെ സാക്ഷികളാകും. അപ്പം വേഴ്ചയിലുള്ള സന്താനങ്ങൾ മാതാപിതാക്കൾക്കെതിരെ വിചാരണ ചെയ്യുമ്പം സാക്ഷികളാകും. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ എന്ത് വേഴ്ചയിലായിക്കോട്ടെ, വിവാഹബന്ധനകത്ത് തന്നെ അല്ലാതെ സംഭവിച്ചാണെങ്കിൽ പോലും ആ തെറ്റേറ്റ് പറഞ്ഞ് മാപ്പ് ചോദിക്കുക. ഒന്ന്, അങ്ങനെ കുഞ്ഞ് അലച്ചിപ്പോയതുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ നിങ്ങൾ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കണം. ഒരു പേരിടുക, ആണോ പെണ്ണോ നോക്കണ്ട, ഇഷ്ടമുള്ളൊരു പേരിട്ടിട്ട് ആ പേര് വിളിച്ചിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈശ്വര പ്രകാശത്തിലേക്ക് നിന്നെ ഞാൻ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ പ്രവേശിപ്പിക്കുന്നു, സമർപ്പിക്കുന്നു, അങ്ങനെ ഒന്ന് പറഞ്ഞ് സ്വർഗത്തിന് കൊട്ടായിപ്പിക്കും. നിങ്ങളായിട്ട് കയറ്റി വെക്കണം. അങ്ങനെ നമ്മൾ ചെയ്തില്ല അവർ നശിച്ചു പോകും, നരകത്തിൽ പോകുന്ന അർത്ഥമില്ല. കാരണം അവരൊരു പാവം ചെയ്തിട്ടില്ല, അവർ നരകത്തിൽ പോകത്തില്ല. എങ്കിലും അത് നമ്മൾ ചെയ്യേണ്ട ഒരു കടം ആണ്, ചെയ്യാതെ കടക്കും, അതൊരു ബാധ്യതയാണ്. അത് നമ്മൾ ചെയ്യണം. നമ്മൾ മരിച്ച് ചെല്ലുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ ആരുടെ അടുത്തോട്ടാണ് വരിക? അപ്പ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്തേക്കാണ് വരുന്നത്. സ്വർഗമെന്ന് ചുമ്മാ ഇരുട്ട് പോലെ ഇങ്ങനെ ശൂശു കുറേ ആത്മാക്കൾ നടക്കുന്ന സ്ഥലമല്ല. സ്വർഗത്തിൽ 24 സിംഹാസനങ്ങളിൽ
പൂർവ്വപിതാക്കന്മാർ 12 പേരും 12 അപ്പസ്തലന്മാർ ഇരുന്ന് കൊണ്ട് ലോകത്തെ വിധിക്കുന്ന കാര്യം ഈശോ കാണിച്ചു കൊടുത്ത് യോഹന്നാൻ വെളിപാട് പറയുന്നുണ്ട്. ആ 24 ശ്രേഷ്ഠന്മാരെ അറിയാം, 12 അപ്പസ്തലന്മാരെ അറിയാം. സ്വർഗത്തിലുള്ളവരൊക്കെ അവരുടെ ആ ഒരു ഭൂമിയിലുണ്ടായിരുന്ന ഒരു സാദൃശ്യം മഹത്വീകരിക്കപ്പെട്ട അവസ്ഥയിൽ തുടരുന്നവരാണ്. നമ്മൾ നിത്യതയിൽ നമ്മൾ ആരാണെന്നുള്ളത് അറിയത്തക്ക രീതിയിലുണ്ടായിരിക്കും. അതുകൊണ്ടാണല്ലോ വിശുദ്ധരയ്ക്കുന്ന പലയിടത്ത് കാണപ്പെടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഓരോ വ്യക്തിയും അവരുടെ അപ്പനും അമ്മയും തിരിച്ചറിയും. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഒരു കുഞ്ഞുരുവായിട്ട് നമ്മളതിനെ ഇതുവരെ അവഗണിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ മനസ്സിൽ അവരോട് മാപ്പ് ചോദിക്കുക, തമ്പുരാനോട് മാപ്പ് ചോദിക്കുക, ആ കുഞ്ഞിനെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുക, ഒരു പേരിട്ട് ചേർത്ത് പിടിക്കുക. തെറ്റായിട്ട് എന്തെങ്കിലും അഭിഗത വീഴ്ചയോ ഗർഭചിത്രമോ ഉണ്ട്, അത് മാപ്പ് ചോദിക്കും, ശ്രദ്ധിച്ചിട്ട് മാപ്പ് ചോദിക്കുക. അത് ചെയ്തിട്ടുണ്ടാവും, അത് തീർന്നു. ഈ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് അത് നിങ്ങളും ആ കുഞ്ഞുമായിട്ട് ബന്ധന മേഖലയാണ്. കുടുംബത്തിലാണെങ്കിൽ ഞാൻ പറയും, നിങ്ങൾ 2 പിള്ളേർ, ഞാൻ നേരത്തെ പറയുന്ന വീണ്ടും ആവർത്തിക്കുകയാണ്. കാരണം തമ്പുരാൻ എന്നെ അൾത്താരെ ഇരുത്തിയിരിക്കുന്ന ദൈവിക കാര്യങ്ങൾ പങ്കുവെച്ച് തരാൻ വേണ്ടിയിട്ടാണ്. അത് പറയാൻ കടപ്പെട്ട് ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ആരാ പറയുക? അവിടെ ഞാനിത് പറഞ്ഞുകൊണ്ടേ ഇരിക്കും. നിങ്ങളുടെ കുടുംബത്തില് ദാമ്പത്യത്തിൽ 2-3 കുഞ്ഞുങ്ങളുടെ കൂടെയുണ്ട് പിള്ളേർ, 1-2 പേരിൽ കടന്നു പോയതുണ്ടെങ്കിൽ നിങ്ങളുടെ കുറ്റം കൂടെ അല്ലാതെ ആയിക്കോട്ടെ, ആ കുഞ്ഞുങ്ങൾക്ക് ഇതൊരു പേര് വിട്ട് നിങ്ങളുടെ ദാമ്പത്യത്തിന്റെ കുടുംബത്തിന്റെ ഭാഗമായിട്ട് അവരെ സ്വീകരിക്കുക. ദാമ്പത്യത്തിലെ ആണെങ്കിൽ അത് പുറത്തുള്ള ആൾ നിങ്ങളുടെ മാത്രം അവരെ അന്വേഷിച്ചേക്കുക, അവരെ ബാക്കി നോക്കിക്കോളും, നിങ്ങൾ വിഷമിക്കേണ്ട. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ പറയും, ഒരു മനുഷ്യകാര്യമാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു നല്ല മാലാഖയുടെ ചിത്രം എവിടെന്തെങ്കിലും വെട്ടി വല്ല കണ്ടെന്നോ മാസികത്തുനിന്ന് വെട്ടിയെടുത്തിട്ട് അത് നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ വിശുദ്ധ ചിത്രങ്ങൾക്ക് അടുത്തിപ്പുറത്തായിട്ട് സൈഡിൽ കൊണ്ടുവന്ന് ഒട്ടിച്ച് വെച്ചിട്ട് നിങ്ങളുടെ ഇട്ട പേര് എഴുതി, ഇപ്പം 3 കുഞ്ഞുങ്ങൾ കടന്നു പോയിട്ടുണ്ട്, 3 പടം ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് ആ 3 പേര് നിങ്ങൾ അതിനടി ഭംഗിയായിട്ട് എഴുതി പ്രിന്റ് ചെയ്തൊക്കെ ഒട്ടിച്ച് വെച്ചിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും ദാമ്പത്യത്തിൽ നിന്നും നിത്യത്തിലേക്ക് പോയി സ്വർഗത്തിൽ നിത്യകൂടാരത്തിൽ ഇപ്പോൾ ഉള്ള നിങ്ങളുടെ കുടുംബം കുഞ്ഞായിട്ട് തന്നെ കാണണം. അപ്പം 3 പിള്ളേർ ഇപ്പോൾ ഉണ്ട്, 3 പേര് പോയിട്ട് 6 മക്കളുടെ അപ്പനും അമ്മയാണ് ഞങ്ങൾ എന്ന് നിങ്ങൾ പറയണം. അതെപ്പോഴും അങ്ങനെ തന്നെ പറയണം. ഇപ്പോൾ പിള്ളേർ നിങ്ങൾ അങ്ങനെ പറയണം, നമ്മൾ 6 മക്കളാ, 3 പേര് അവിടെയുണ്ട്, നിത്യകൂടാരത്തിലുണ്ട് 3 പേര്, നമ്മൾ അവരെ കാണും, അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണും. അങ്ങനെ തന്നെ പറഞ്ഞ് നിങ്ങളുടെ പ്രാർത്ഥന അവസരങ്ങൾ ഈ ചിത്രത്തിലേക്ക് നോക്കിയിട്ട് കുഞ്ഞുങ്ങളെ പേര് പിടിച്ച് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ, നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞേൽപ്പിച്ചേ. സ്വർഗത്തിൽ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പ് നിരന്തരം നിൽക്കുന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാതിരിക്കുവോ? നമ്മൾ കാരണം അവിടെ ജീവിതം പോയതാണെങ്കിൽ പോലും അവർക്കൊരു പരാതിയൊന്നുമില്ല, കാരണം അതിനപ്പുറം കിട്ടിക്കഴിഞ്ഞു. അവിടെ ഇങ്ങനെ ഒരു കൂട്ടായ്മയിലേക്ക് നമ്മൾ വരണം. ഞാനീ പറഞ്ഞ വല്യമ്മച്ചിയോട് ഇങ്ങനെ കേട്ടപ്പോൾ, വല്യമ്മച്ചിയുടെ കാര്യം കേട്ടപ്പോൾ ഞാൻ ആ കുടുംബത്തിൽ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പോന്നു. തൊട്ടടുത്ത ദിവസം തന്നെ അവരെന്നെ വിളിച്ച് പറയുകയാണ്, എൻ്റെ അച്ഛാ വല്യമ്മച്ചി ഇപ്പോൾ സന്തോഷമായിട്ട് ഇരിക്കുന്നു. അത് ചിരിച്ചോണ്ട് ഇങ്ങനെ നോക്കിയിട്ട് പറയാ, കുഞ്ഞുങ്ങൾ എൻ്റെ അടുത്ത് വന്ന് സ്തുതി ചൊല്ലിയിട്ട് പോയി സന്തോഷമായിട്ട്, പിള്ളേർ എൻ്റെ അടുത്ത് സ്തുതി ചൊല്ലിയിട്ട് പോയി സന്തോഷമായിട്ട്. ഇങ്ങനെ പറഞ്ഞ് വല്യമ്മച്ചി സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചോണ്ടിരിക്കുക, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവരെന്നെ വിളിച്ച് പറയുകയാണ്, ശകമുള്ളവരെ ഇത്ര ഇവർ ചെയ്തപ്പോഴത്തേക്കും കൃത്യ ആ കാര്യം നടന്നു കിട്ടി. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് ഇങ്ങനെ ചെയ്യണം, മറ്റത് അങ്ങനെ ചെയ്യാതിരുന്നപ്പം ഈ വല്യമ്മച്ചിക്കൂടെ ആശ്വാസമില്ല. കലക്കമാണ്, ഞെരുക്കമാണ്, ഇറിറ്റേഷനാണ്, അസ്വസ്ഥതയാണ്, കരച്ചിലാണ്, സങ്കടമാണ്. ഞാൻ തറപ്പിച്ച് പറയുക, നമ്മളിൽ പലരുടെയും പല സങ്കടത്തിനും പല കലക്കത്തിനും പല അസ്വസ്ഥതയും കാരണം നമ്മുടെ പ്രിയപ്പെട്ടൊരു തൊട്ടപ്പുറത്ത് ഞെരുക്കത്തിലാണ്. അതുകൊണ്ടാണ് ഞെരുക്കത്തിലുണ്ട്. അവരെ സ്നേഹത്തോടെ ഒന്ന് അംഗീകരിച്ച്, സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തേ. അതായത് ഈശോ സുവിശേഷത്തിൽ പറഞ്ഞ, നിങ്ങളുടെ ലൗകിക അധാർമിക സമ്പത്ത് കൊണ്ട് ഈ കടത്തിപ്പെട്ട് കിടക്കുന്ന ആൾക്കാരുടെ കടപ്പത്രം വാങ്ങിച്ചിട്ട് എത്രയാ നിങ്ങളുടെ കടം വെട്ടിത്തിരുത്തി ക്യാൻസൽ ചെയ്ത് കളാ. അവർ കയറിപ്പോകട്ടെ. യജമാനന്റെ കടപ്പത്രം തിരുത്താൻ നമുക്കിപ്പോൾ പറ്റും. എങ്ങനെ? കുർബാനയെ സംബന്ധിക്കുക വഴി, കരുണക്കൊന്ത ചെല്ലുക വഴി, ത്യാഗപ്രവർത്തികൾ നിയോഗത്തെ ചെല്ലുക വഴി നമുക്ക് സമ്പാദിക്കാം. ആ സമ്പാദ്യം അവരുടെ പേരിലേക്ക് കൊടുത്തിട്ട് അവർക്ക് നേർത്തിയില്ലാത്ത കടപ്പത്രങ്ങൾ വെട്ടിത്തിരുത്തിക്കളാം. അവർ ഫ്രീ ആകട്ടെ. ഈശോ പറയും, അങ്ങ് നിത്യകൂടാരങ്ങളിൽ നിങ്ങൾക്ക് സ്നേഹിതരെ സമ്പാദിച്ചേ. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവരെ, അല്ലാതെ മരിച്ചു പോയവരെ, ആരോരുമില്ലാത്ത ആലുമാക്കളും അടൊക്കെ പ്രാർത്ഥിച്ചേ നിത്യകൂടാരങ്ങൾ. അങ്ങനെ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് എനിക്ക് നല്ല ഉറപ്പാണ്, ഈ കുർബാനയുടെ സമയം കൊണ്ട്, ഈ ആരാധന മണിക്കൂറുകൾ കൊണ്ട് തന്നെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന പല ശുദ്ധികര ആത്മാക്കള് പ്രകാശത്തിൽ കടക്കും.
അവിടെ മുഖം തെളിയും. ആ തെളിച്ചത്തിൻ്റെ നോട്ടം എന്നും അവിടെ ഭാഗത്ത് നിങ്ങളുടെ നേർക്കൊണ്ടായിരിക്കും. ആ തെളിച്ചത്തിൻ്റെ നോട്ടം അവിടെ നിങ്ങളുടെ വന്നുകൊണ്ടിരിക്കും. നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കും. നിങ്ങളുടെ എല്ലാ കാര്യത്തിലും അവർ അവിടെ നിന്ന് ഇടപെടും. അത് അനുഭവമാക്കിക്കേ നിത്യകൂടാരങ്ങൾക്ക് സ്നേഹം സമ്പാദിക്കുന്ന അവസ്ഥ. ഈ പ്രോ ലൈഫ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റർ ഒരിക്കൽ സംസാരിച്ചപ്പം എന്നോട് പറഞ്ഞു, അച്ഛാ ഇങ്ങനെ പ്രോ ലൈഫ് ഇപ്പം ഗർഭചിത്രത്തിനെതിരെ പ്രവർത്തിക്കുകയാണ്. ഗർഭചിത്രമൊക്കെ നടത്തി കടന്നു വന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആ സിസ്റ്റർ ഇതുപോലെ തന്നെ പറഞ്ഞു കൊടുത്ത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൻ്റെ പേര് വിടിയിച്ച് ഈശ്വരയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത് ചെയ്യിപ്പിക്കുമായിരുന്നു. ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഇത് മാമോദീസ കൊടുക്കുന്നതല്ല. അരൂപിക്കടുത്ത ഒരു മാമോദീസയുടെ പ്രകൃതി വേണേൽ പറഞ്ഞു. അരൂപിക്കടുത്ത കുർബാന സ്വീകരണം നമുക്കില്ലേ? സഭയുടെ പഴയ പാരമ്പര്യമാണ്. അരൂപിക്കടുത്ത് ദീപികാരൻ്റെ സ്വീകരണം നമുക്ക് പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് പറയാം, ഈശോയെ അരൂപിക്കടുത്ത് എനിക്ക് അങ്ങയുടെ പള്ളി വരാനും കുർബാന സംബന്ധിക്കാൻ അങ്ങേ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ എനിക്ക് നിവൃത്തിയില്ല, ഞാൻ അസുഖമായിട്ട് കിടക്കുന്നു, പള്ളി വരാൻ പറ്റിയില്ല. അങ്ങ് എൻ്റെ ഉള്ളിലേക്ക് വരണേ, അങ്ങേ അരൂപിക്കടുത്ത വിധം ദീപികാരുടെ അതിനെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ പറഞ്ഞ് സുഹൃദേവം ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന രീതി സഭയിൽ പരമ്പരാഗതമായിട്ടുണ്ട്. ദീപികാരൻ്റെ വർഷം പ്രഖ്യാപിച്ചപ്പോൾ ജോൺ പാപ്പ അത് പറയുകയും ചെയ്തിട്ടുണ്ട്. അതൊരു കുദാശയല്ല, കുർബാനയെ സംബന്ധിക്കുന്ന അനുഭവം അല്ല. നമ്മൾ ടി വിയിൽ കുർബാനയെ സംബന്ധിക്കുന്ന പോലും കൂതാശയല്ല സഭ വ്യക്തമാക്കിയിട്ടുണ്ട്, കൂതാശയല്ല. പക്ഷെ നമ്മൾ എന്തോത്രം പേര് പ്രത്യേകം കോവിഡ് കാലത്ത് പ്രായം ചെന്നവരൊക്കെ ടി വിയിൽ കുർബാനയെ സംബന്ധിച്ചുകൊണ്ട് സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്, ഒന്നുമില്ലാത്തതിനേക്കാൾ എത്രയോ ഭേദമായി എന്തെങ്കിലും ആ രീതിയിൽ അനുഗ്രഹവും അനുഭവം ആകുന്ന എന്തോരം പേരുണ്ട്. നമ്മൾ തന്നെ അങ്ങനെ സംബന്ധിക്കുന്നില്ലേ? എന്ന് പറഞ്ഞുകൊണ്ട് അരുവിക്കടുത്ത് ഒരു സ്നാനസ്നാനത്തിൻ്റെ അനുഭവം ഒരു വലിയ ജീവകാരുണ്യ പ്രവൃത്തിയായിട്ട് ഇങ്ങനെ ഞെരുങ്ങുന്ന ഇവർക്ക് വേണ്ടി ചെയ്യാൻ നമുക്ക് പറ്റുമായിരിക്കേ അത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അത് ചെയ്തേ. കാര്യസ്ഥനെ പിരിച്ചുവിടാൻ പോവാ. സുവിശേഷം പറഞ്ഞാൽ പിരിച്ചുവിടുന്നതിന് മുമ്പുള്ള ഏതാനും ദിവസങ്ങളാണ്. നമ്മളെ എല്ലാം ഇവിടെ നമ്മെ പിരിച്ചുവിടാൻ പോവുകയാണ്. ഇവിടുന്ന് ഈ ശുശ്രൂഷ കഴിഞ്ഞിട്ടല്ല, ഈ ജീവിതത്തിൻ്റെ കാര്യസ്ഥത ഒരു ദിവസം തീരും. ഇന്നായിരിക്കാം, നാളെ ആയിരിക്കാം, അടുത്ത മാസം, അടുത്ത വർഷം. നമ്മുടെ കണക്ക് തമ്പുരാൻ പറയും, കണക്ക് തരാൻ പറയും. ഇനി മതി, ഭൂമിയുടെ ജീവിതം മതി, കണക്ക് തന്നേരെ, ഇനി പോരാൻ പറയും. ആ ഒരു ദിവസം പെട്ടെന്ന് വരും. അത് പുറത്ത് ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഈ കാര്യസ്ഥനെ പുറത്തേക്ക് ഇറക്കി വിട്ടാൽ പിന്നെ അങ്ങേർക്ക് കടപ്പത്രം തിരുത്താൻ പറ്റിയല്ല. അവിടെ അകത്തിരിക്കും മാത്രമേ പറ്റുള്ളൂ. അതാ പറയുന്നതൊക്കെ. യജമാനൻ കാര്യസ്ഥ നീക്കിക്കളയുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്തേ. ഈ ലോകത്തിൻ്റെ മക്കള് സമ്പത്തുണ്ടാക്കാൻ അവർ ഭയങ്കര വിദഗ്ധരാണ്. തമ്പുരാൻ്റെ മക്കള്, ഈ വിശ്വാസം ഉള്ളവര്, നിത്യതയെക്കുറിച്ച് അറിയാവുന്നവർ എട്ടും പൊട്ടുമില്ല നടക്കുക. ഈശോ തമ്പുരാൻ പറഞ്ഞു, നിങ്ങൾ വിവേകമില്ലാത്തവരാ, സത്തയില്ലാത്തവരാ. അവിടെ അതാ ഈശോ പറഞ്ഞ് നമ്പരം പറയുന്നത്. അപ്പൊ നമ്മളുടെ സമയവും ആരോഗ്യവും അവസരങ്ങളും തീരുന്നതിന് മുമ്പ് നിത്യകൂടാരങ്ങളിൽ സ്നേഹം സമ്പാദിക്കാൻ. അപ്പോൾ ഈ സിസ്റ്റർ ഇങ്ങനെ പ്രോ ലൈഫിൻ്റെ സിസ്റ്റർ പറയുക, അങ്ങനെ അനേകർക്ക് പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കുമ്പം സിസ്റ്റർ നിരന്തരം അനുഭവിക്കുന്ന ഒരു ദർശനമാണ്. അനേക കുഞ്ഞുങ്ങൾ വന്ന് സിസ്റ്ററിന് താങ്ക്സ് പറഞ്ഞു പോകുന്നു. എന്ന് മാത്രമല്ല, സിസ്റ്ററിൻ്റെ പിള്ളേർ വന്നിട്ട് ആൻറ്റി ഞങ്ങൾക്കൊരു പേര് തരാമോ എന്ന് ചോദിക്കുന്നതായിട്ട് സിസ്റ്റർ പറയാണ്. ആൻറ്റി ഞങ്ങൾക്കൊരു പേര് തരാമോ? ഒരു പേരില്ലാത്ത അവസ്ഥ എന്താണെന്ന് ഓർത്ത് നോക്കിക്കേ. ജയിൽ പുള്ളികൾക്ക് പോലും നമ്പറുണ്ട്. ഒരു പേര് നമ്പർ ഒന്ന് നമ്മുടെ ഐഡൻറ്റിഫൈ ആരും ചെയ്തിട്ടില്ല. ആ അവസ്ഥ എന്തൊരു ഞെരുക്കവാ. ആർക്കും നമ്മളൊരു പേരിട്ട് നമ്മളിന്ന് വിളിച്ചിട്ടില്ല, അംഗീകരിച്ചിട്ടില്ല. അത് ഏറ്റവും ചെയ്യേണ്ടത് ആരുടെ ഉദരത്തിൽ ആ കുഞ്ഞ് ഉരുവായോ ആ അമ്മ, ദാമ്പത്യം, അപ്പനമ്മ, അവരല്ലേ. മൂന്നാമത്തെ ഒരു കാര്യം, സ്നേഹമുള്ളവരെ സമയം എടുക്കുന്നില്ല, നമ്മൾ സമയം പോകാണല്ലോ. നമുക്കൊരു ശുദ്ധീകരണ അവസ്ഥയുണ്ടെന്ന് നമ്മൾ അറിയണം മരണത്തിന് ശേഷം. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം. ലൂക്ക 12 പറയും, വഴിയിൽ വെച്ച് തന്നെ ശത്രുവായിട്ട് ബന്ധപ്പെട്ടുകൊള്ളുക. ന്യായാധിപന് പകരയ്ക്ക് വഴിയിൽ വെച്ച് തന്നെ കണക്ക് തീർക്കുക. ശത്രു സാത്താനാണ്. നമ്മുടെ മേൽ എന്തെങ്കിലും അവകാശം പറഞ്ഞ് പിശാച് കൂടെ നടക്കുന്ന അവസ്ഥ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകരുത്. ജീവിതത്തിൻ്റെ ഓരോ നിമിഷം നീങ്ങുമ്പം പിശാച് നമ്മുടെ മേൽ ഒരു അവകാശം ഇല്ലെന്ന് ഉറപ്പാക്കിയിരിക്കണം എന്നവിടെ ഈശോ പഠിപ്പിക്കുകയാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞ് നമുക്ക് വേണ്ടി, ഇപ്പോൾ സിസ്റ്റർ ബയാട്രീസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, വിശുദ്ധ എബ്രാസ്യം പങ്കുവച്ചിരിക്കുന്ന അനുഭവമാണ്. ഈ ബയാട്രീസ് വിശുദ്ധമായിട്ട് മടുത്ത് ജീവിച്ച ആളാണ്. വിശുദ്ധയായ എബ്രാസ്യാമെ ഒരുക്കിയ ആളാണ് മരണത്തിന്. അങ്ങനെ മരിച്ച ആളാണ്, ഒരുങ്ങി മരിച്ച സിസ്റ്ററാണ്. എന്നിട്ട് പോലും കുറേ മാസങ്ങൾ വേണ്ടി വന്നു ശുദ്ധീകരണം പൂർത്തിയായി കയറി പോകാൻ.
അതിൻ്റെ കാരണം അവർ പറയുന്നത് കണ്ടല്ലോ, 3 കുഞ്ഞു കാര്യങ്ങൾ. അത് അസ്ഥാനത്തല്ല ഈശോ പഠിപ്പിക്കുന്നത്, നമുക്കറിയാം. കുഞ്ഞു കാര്യം ചൂണ്ടി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിത സ്നേഹമുള്ളവർ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ കുടുംബാംഗങ്ങൾ നമ്മളെ പ്രാർത്ഥിച്ച് കയറ്റാൻ വേണ്ടി കാത്തിരിക്കരുത്. ഞാനിവിടെ ഒരു പൊട്ട ഉദാഹരണം ചിലപ്പോൾ ധ്യാനത്തിൽ ചിലപ്പോൾ പറയാറുണ്ട്. ഒരു മനുഷ്യൻ ഇങ്ങനെ പറമ്പിൽ വയലിൽ കിടന്ന് വയലിൽ പണി കണ്ടത്തിറങ്ങി പാടത്തിറങ്ങി ചെളിക്കകത്തിറങ്ങി പണിത് വൈകുന്നേരം പണിയെല്ലാം കഴിഞ്ഞ് മുറ്റത്തോട്ട് വന്ന് കയറി. പണി കഴിഞ്ഞ് വന്ന് മുറ്റത്ത് കയറി ഇങ്ങനെ ചെളി ഇറ്റിറ്റ് വീഴുന്ന ഉടുപ്പുമായിട്ടെല്ലാം ഒറ്റമുണ്ട് ഉടുത്തുകൊണ്ട് വന്ന് കയറി. മുഴുവൻ ചെളിയാണ്. എന്നിട്ട് അങ്ങേര് കുളിമുറി കയറി കുളിക്കുന്നതിന് പകരം കുളിമുറി കയറി നന്നായിട്ട് കുളിച്ച് സോപ്പൊക്കെ തേച്ച് കുളിച്ച് ഇഞ്ചിയൊക്കെ തേച്ച് കുളിച്ച് നല്ല വൃത്തിയാക്കി ഇറങ്ങി വരുമ്പോഴത്തേനും അടയ്ക്ക് ഉടുപ്പിട്ട് ഇറങ്ങി വരും. അന്ന് അതിന് പകരം അങ്ങേര് ഈ വയലിൽ നിന്ന് കയറി വന്നിട്ട് കുളിമുറിയിൽ കയറുന്നതിന് പകരം മുറ്റത്ത് നിൽക്കുന്ന ഒരു മരമണഞ്ഞ് വരയ്ക്കുക. ഈ മരത്തിൻ്റെ മുകളിലോട്ട് കയറുകയാണ്. ഞാൻ ഉദാഹരണം അത്ര കറക്റ്റ് അല്ല, എന്നാൽ പോലും വേറെ ഇത് പറയാൻ എനിക്ക് ഒരു ഇത് കാണുന്നില്ല. ഈ മരത്തിൻ്റെ മുകളിൽ 2 നില പൊക്കത്തിൽ നിൽക്കുന്ന മാവ് അതിൻ്റെ മുകളിൽ കയറിയിട്ടിരിക്കുക. എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് വീട്ടിലുള്ളവരെ വിളിക്കുകയാണ്, എടേ ഇങ്ങോട്ടൊന്ന് വന്നേ, പിള്ളേർ ഇങ്ങോട്ടൊന്ന് വന്നേ എല്ലാം. അപ്പം അവരകത്തിരുന്ന് TV കാണും, സിനിമ കാണുന്ന വർത്താനം ഇത് കേൾക്കുന്നില്ല. പക്ഷെ എന്തോ ഒരു സ്വരം കേട്ടോണ്ട് ഇത് പുറത്തിറങ്ങി നോക്കുമ്പോൾ ഉണ്ട് പപ്പായെ കാണുന്നില്ല. പപ്പ നോക്കിപ്പോണ്ട് മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. അവിടുത്തെ പപ്പ വിളിച്ചു പറയാണ്, എന്നെ ഒന്ന് കുളിപ്പിക്കാമോ? കുറച്ച് വെള്ളം ഒഴിച്ചതാ എന്നെ ഒന്ന് കുളിപ്പിച്ചേ. ഞാൻ കുളിച്ചില്ല. ഈ മരത്തിൻ്റെ 2 നില കെട്ടത്തിൻ്റെ പൊക്കത്തിൽ മരത്തിൻ്റെ മുകളിലിരിക്കുന്ന മനുഷ്യനെ താഴെ നിൽക്കുന്നവർ കുളിപ്പിക്കാൻ നോക്കുന്നത് എങ്ങനെയാണ്? ഉടനെ ഇവരിത് കണ്ടോ, അയ്യോ കഷ്ടം, പപ്പ കുളിച്ചിട്ട് ചെളിയല്ലേ. ഉടനെ ഇവർ കുളിമുറി കയറി ബക്കറ്റിനകത്ത് വെള്ളം എടുത്തുകൊണ്ട് മുറ്റത്ത് മരത്തിന് ചോട്ടി വന്നിട്ട് മഗ്ഗിനകത്തൊക്കെ അത് കോരി എടുത്തിട്ട് മുകളിലേക്ക് ഇങ്ങനെ ഒഴിക്കുകയാണ്. മഗ്ഗിനകത്ത് വെള്ളം എടുത്തിട്ട് മുകളിലേക്ക് ഒഴിക്കുകയാണ്. ആഞ്ഞൊഴിച്ചു കൊടുക്കുമ്പം ഇത്ര പൊക്കത്തിലോട്ട് എങ്ങനെ വെള്ളം വരുന്നത്? കുറച്ച് തുള്ളി വെള്ളമൊക്കെ തെറിച്ച് വരുന്നത് ഈ മനുഷ്യൻ പോടുന്നുണ്ട്. ഇങ്ങനെ കൈകൊണ്ട് പിടിക്കാൻ നോക്കുക, ഇച്ചിരി വെള്ളം എന്നിട്ട് തൂക്കുക. ഇങ്ങനെ തൂത്തുകൊണ്ടിരിക്കുന്നയാളെ എത്ര നേരം കൂടെ കുളി പൂർത്തിയാക്കാൻ പറ്റുക? എത്ര നേരം കുളി? ഞാൻ പറയുന്ന ഉദാഹരണം ഇപ്പം പോരായ്മ എനിക്കെങ്കിൽ പോലും അതിൻ്റെ ആശയം മനസ്സിലാക്കുകയും എന്ന് മാത്രമല്ല, ഇതിങ്ങനെ മുകളിൽ നിന്ന് വിളിച്ച് പറഞ്ഞ് കുറച്ചു നേരം ഇങ്ങനെ വെള്ളം ഒഴിച്ച് കഴിയുമ്പം പിന്നെ ഇവർ പിള്ളേരല്ലേ, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ വർത്തമാനമായി തമാശായി ഇടയ്ക്ക് വെള്ളം കോരിയിട്ട് അവൻ്റെ നിറക്കൊഴിച്ചു, പിന്നെ ഇങ്ങോട്ടൊഴിച്ചു, പിന്നെ ചുമ്മാ അങ്ങോട്ടൊഴിച്ചു. പല ഒഴിക്കലും നേരെ അങ്ങോട്ട് ചെല്ലുന്നില്ല, വശം മാറിപ്പോയി വെള്ളം അങ്ങോട്ട് പോയി. ഓരോ മഗ് ഇങ്ങനെ ഒഴിക്കുന്ന കാണുമ്പോഴും മുകളിൽ നിൽക്കുന്നയാൾ ഇങ്ങനെ ഇപ്പം കൂടി നിർത്താൻ നിൽക്കുക. ഏതാനും തുള്ളി പോലും കിട്ടുന്നില്ല. കാര്യം മനസ്സിലായോ? നമ്മൾ മരിച്ച് കഴിഞ്ഞിട്ട് നമ്മളെ ശുദ്ധീകരിക്കാനായിട്ട് ഈ ഭൂമിയിലുള്ളവർ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് നോക്കിയൊന്നും ഇരിക്കണ്ട. അതൊന്നും നടക്കാൻ പോകുന്നില്ല. ആർക്കും നേരവും ഇല്ല. ഏതെങ്കിലും മരണ വീട്ടിൽ നിങ്ങൾ പോയപ്പം ഈ മരിച്ച ആളിനെ കുറിച്ച് കരയുന്ന ആൾക്കാർ പറഞ്ഞ് കരയുന്ന കേട്ടിട്ടുണ്ടോ? എൻ്റെ ഭർത്താവ് പെട്ടെന്ന് അങ്ങ് പോയതാ, അങ്ങനെ ശുദ്ധീകരണത്തിൽ കയറാതെ സ്വർഗത്തിൽ പോകണം, അതിനുവേണ്ടി ഞാൻ നൊന്ത് പ്രാർത്ഥിക്കാൻ പോവുക, ഉപവസിക്കാൻ പോവുക എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? അതിന് പകരം എന്താ ഒരു പറയുന്നത്? നമ്മളെ എന്നെ ഇട്ടു പോയല്ലോ, നമ്മളെ ഇട്ടു പോയി, നമുക്കിനി ആരാ ഉള്ളത്? കഷ്ടം വേണ്ടത്. ഇതുവരെ ചങ്കത്തെറിച്ച് കരയുക. നമുക്കാരാ ഉള്ളത്? എന്നെ ഇട്ടു പോയല്ലോ, ഞാൻ തന്നെയായി പോയല്ലോ, നമ്മളിനി എന്നാ കാണിക്കും? കടവെല്ലാം എന്നാ കാണിക്കും? ഇങ്ങനെ ജീവിച്ചിരിക്കുന്നവർ അവർക്ക് ഉണ്ടായ നഷ്ടത്തെക്കുറിച്ച് അവരുടെ ചിന്ത മുഴുവനും ഇനി എന്നാ ചെയ്യും. ഈ പോയ ആളിൻ്റെ അവസ്ഥ എന്നാന്ന് ആരും ചിന്തിക്കുന്നില്ല. സെമിത്തേരി വന്ന് പ്രാർത്ഥിക്കാൻ വന്ന് ഒപ്പീസ് ചെല്ലുമ്പോൾ പോലും ചിന്തിക്കുന്നത് കല്ലറെ നോക്കിക്കൊണ്ട് ഈ കുടുംബാംഗങ്ങൾ പറയുന്നത് എന്നതാ, എന്നാലും എന്നെ ഇട്ടു പോയല്ലോ, ഞാൻ എന്നാ ചെയ്യുന്നത്? ഈ കരച്ചിലേ ഉള്ളൂ. നമുക്ക് വേണ്ടി ആരാ പ്രാർത്ഥിക്കാതിരിക്കുന്നത്? ചെറുപ്രായത്തിൽ മരിച്ചാൽ ഇത്ര നൊമ്പരം ആൾക്കാർക്കുള്ളൂ. ആ നൊമ്പരം പോലും അവർക്ക് വേണ്ടി ആയിപ്പോകും. പ്രായം ചെന്ന് മരിക്കുന്നവരാണെങ്കിലോ, പ്രായം കുറെ ചെന്നിട്ട് മരിക്കുന്ന ആൾക്കാരാണെങ്കിൽ മരണ വീട്ടിൽ ചെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആൾക്കാരെല്ലാം വർത്താനം തമാശ പറഞ്ഞിരിക്കും. ആർക്കും നൊമ്പരമില്ല. ഒന്ന് മരിച്ചാൽ മതിയായിരുന്നു എന്നോർത്തോണ്ടാ മക്കളും കൊച്ചുമക്കളും കുഞ്ഞു മക്കളും ഒക്കെ കാത്തിരിക്കുന്നത്. നാളുകളായിട്ട് ഏക്കയില്ല, കിടപ്പാണ്. ശരിയാണ്, നിങ്ങൾ ഓർത്ത് നോക്കിയോ? നാളുകളായിട്ട് കിടപ്പാണ്, രോഗമാണ്, പറ്റുകയല്ല. അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥന ഒന്ന് മരിച്ചാൽ മതിയായിരുന്നു. അതിനുവേണ്ടി ചിലപ്പോൾ അച്ഛന്മാർ പോലും പ്രാർത്ഥിക്കാൻ പറയും, അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കണം, നല്ലവണ്ണം കിട്ടാൻ പ്രാർത്ഥിക്കണേ. കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു സഹോദരനെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യം. അപ്പം ഞാൻ 9 കാരണമൊക്കെ എല്ലാം പറഞ്ഞു ഡെയിലി. അത് ഒരാഴ്ച ആകുന്നതിനും ആള് മരിച്ചു. ഇന്നലെ വിളിച്ചതിനെ വിളി താങ്ക്സ് പറയുകയാണ്. നല്ല മരണം കിട്ടി, മരിച്ചു. എല്ലാവർക്കും ആശ്വാസം.
അപ്പോൾ സ്നേഹമുള്ളവരെ, നമ്മൾ പ്രായം ചെന്നാൽ മരിക്കുന്നതെങ്കിൽ നമ്മുടെ ആ മരണ വീട്ടിലെ മരിച്ചടക്കിന് വരുന്നവരെല്ലാം ആശ്വാസമായിട്ട് മിണ്ടി പറഞ്ഞിരിക്കുകയുള്ളൂ. ആശ്വാസമായിട്ട് മിണ്ടി പറഞ്ഞിരിക്കുകയുള്ളൂ. നൊമ്പരമില്ല. മരിക്കാൻ സമയമായി, മരിക്കുന്നില്ലേ എന്ന് ഓർത്ത് മരിച്ചതിൻ്റെ ആശ്വാസം. സ്നേഹമില്ലായിട്ടൊന്നും അല്ല, അങ്ങനെയാണ് നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ. കേൾക്കാൻ പറ്റിയല്ല, കഴിക്കാൻ പറ്റിയല്ല, കേൾക്കത്തില്ല, പിന്നെ എന്തിനാ? പൊക്കോട്ടെ പൊക്കോട്ടെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു തീക്ഷ്ണമായ പ്രാർത്ഥന അവിടെ നിന്ന് കിട്ടത്തില്ല. ഞാൻ പോയിന്റാണ് പറയുന്നത്. നമ്മൾ ചെറുപ്രായത്തിലോ മരിക്കുന്നെങ്കിലോ ബന്ധപ്പെട്ടവർ നമ്മൾ വഴി കിട്ടാവുന്ന സഹായം കിട്ടാതെ പോയാലും നമ്പറുമായിട്ടിരിക്കും. ഞാൻ സ്നേഹമുള്ളവർ, നമ്മൾ ഈ മരിച്ചവരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ശുദ്ധിരാത്മക ചിന്തിക്കുമ്പോൾ 3 കാര്യങ്ങൾ, ഇത് 3 ഓർമ്മിക്കണം. ഒന്ന്, അവർ പ്രാർത്ഥന കിട്ടാൻ കെഞ്ചി ആഗ്രഹിച്ച് നിൽക്കുന്നു. അവരുടെ കരച്ചിൽ നിന്റെ ഉറക്കം കെടുത്തുന്നുണ്ടാവും. വെറും ടെലിപ്പതി പോലും പറയല്ലേ. നമ്മൾ ഏറ്റവും അടുത്ത ഒരു വ്യക്തിക്ക് ഒരു അപകടം ഉണ്ടായാൽ നമ്മൾ ചിലപ്പോൾ ഞെട്ടി ഉണരും. ഏതാണ്ട് പോലെ തോന്നി, എന്താ കുഴപ്പം. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട വ്യക്തികൾ ഇതുപോലെ ആശ്വാസമില്ലായ്മയിൽ, നിത്യതയിൽ, ശുദ്ധീകര അവസ്ഥയിൽ കിടക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഓരോ കരച്ചിലും നിന്നെ അളക്കുന്നുണ്ട്. നീ അറിഞ്ഞാലും ഇല്ലെങ്കിലും നിന്നെ അളക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് വേണ്ടി നിന്ന് പറയണം. അപ്പം 1, അവർക്ക് ആശ്വാസം ആവശ്യമുണ്ട്. 2, അവർക്ക് വേണ്ടി നമുക്ക് വിടുതൽ കിട്ടുന്നതാണ്. കാരണം അവർ തുറന്നിട്ട് കൊടുത്ത് ചിലപ്പോൾ പൊത്തുകളിലൂടെ, വാതിലൂടെ തിന്മ കയറി കളിക്കുന്നുണ്ട്. അവിടെ നമ്മൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഗൗരവമുള്ള കാര്യമായിട്ട് എടുക്കണം. പിന്നെ നമ്മുടെ തന്നെ ജീവിതം ഒരുക്കിക്കൊണ്ട് പോകാൻ ജാഗ്രത എടുക്കുക. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്താ? ലോകത്തിൻ്റെ പാപം നീക്കുന്ന കുഞ്ഞാടി ഈശോയാണ്. വേറെ ഒരു പരിഹാര ബലിയില്ല. ഈശോയുടെ ബലിയിലേക്ക് നമ്മുടെ എല്ലാ മരിച്ചവരും വെച്ച് പ്രാർത്ഥിക്കണം. അത് കുർബാനയെ സംബന്ധിച്ച് കുർബാന നമ്മളിപ്പോൾ ചെയ്യുന്ന പോലെ. അതോടൊപ്പം തന്നെ കരുണക്കൊന്ത. ഞാനിവിടെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. കരുണക്കൊന്തയിൽ ചെല്ലുന്ന ഇടക്കുരുവിൻ്റെ പ്രാർത്ഥനയാണ് കുർബാനയുടെ മുഴുവൻ സംഗ്രഹം. ഇപ്പം അച്ഛനിവിടെ കുർബാന അർപ്പിക്കുമ്പോൾ എന്താ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്ന ഇതാണ് കുർബാനയുടെ മണിക്കൂർ. നിത്യപിതാവേ, എൻ്റെയും ഈ വന്നിരിക്കുന്ന ആൾക്കാരുടെയും ഇവർ കുറിച്ചിട്ടിരിക്കുന്ന നിയോഗങ്ങളുടെയും അത് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരും മറ്റു സകല തിന്മകൾക്കും പരിഹാരമായി ഈ ആൾക്കാരിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന അപ്പത്തിനും വീഞ്ഞിനും പരിശുദ്ധാത്മ പ്രവർത്തനത്താൽ അങ്ങ് നൽകുന്ന സംജാതമാക്കുന്ന ഈശോയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വം കാഴ്ചയർപ്പിക്കുന്നു. ഈശോയുടെ ബലിയുടെ അനന്ത യോഗ്യതയെക്കുറിച്ച് ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണേ. ഇതാണ് കുർബാനയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ചൈതന്യം, അർത്ഥം, പ്രസക്തി. കുർബാനയെക്കുറിച്ച് ഒരുപാട് കാര്യം നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ ഏറ്റവും ഒന്നാമത്തെ കാര്യം എന്താ ചിന്തിക്കും ആർക്കും തർക്കിക്കാൻ പറ്റിയല്ല. കുർബാന സ്ഥാപിച്ച വ്യക്തി സ്ഥാപിച്ചപ്പോൾ എന്ത് പറഞ്ഞ് സ്ഥാപിച്ചു? പാപമോചനത്തിനായി മുറിക്കപ്പെടുന്ന ശരീരം, പാപമോചനത്തെ ചിന്തപ്പെടുന്ന രക്തം, പാവമോചനം. അത് കഴിഞ്ഞിട്ട് കുർബാനയ്ക്ക് വരെ എന്തെങ്കിലും പ്രസക്തിയുള്ള അർത്ഥമുള്ളൂ. പാവപരിഹാര ബലിയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കരുണക്കൊന്ത ഈശ്വര ബലിയിലേക്ക് തന്നെ നമ്മൾ അനൗപചാരികമായിട്ട് കയറ്റിയെടുക്കൊണ്ടിരുന്ന പ്രാർത്ഥനയാണ്. കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കണം. കുർബാന നമുക്ക് ദിവസം 1 പറ്റുള്ളൂ. കുർബാന സ്വീകരിച്ച് പൂർണ്ണമായിട്ടും സംബന്ധിക്കാൻ. അത് തന്നെ പലർക്കും സൗകര്യം കൊണ്ട് എത്തിയല്ല. ആ സമയത്ത് പള്ളി വന്നെങ്കിലേ പറ്റുള്ളൂ. അതേസമയം ഈശോയുടെ ബലിയിലേക്ക് നമുക്ക് കുർബാനയിലൂടെ അല്ലാതെ കടന്നു പറഞ്ഞ വലിയ മാർഗമാണ് കരുണക്കൊന്ത വഴി പൗഷ്ടികന്റെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഏത് വ്യക്തിക്കും ഏത് സമയത്തും എവിടെ വെച്ചും എത്ര സമയമെടുത്തും ഈശോയുടെ കുരിശിന്റെ ഉള്ളിൽ കയറി വരാൻ അവസരം കണ്ണക്കൊന്ത വഴിയുണ്ട്. തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചേർക്കുന്നവർ ചേർക്കാൻ ഞാൻ ആഗ്രഹിച്ചു. ആബേൽ മുതൽ കായം ചിന്തി രക്തം മുതൽ നിങ്ങളുടെ മേൽ നിൽക്കുക. അതിലും നിങ്ങളെ ദൂരീകരിക്കാൻ എൻ്റെ ബലിക്ക് നിങ്ങൾ വാ. അത് വരാനുള്ള ഏറ്റവും മനോഹരമായ മാർഗം കുർബാന. രണ്ടാമത്തെ ഒപ്പമുള്ള അനൗപചാരിക മാർഗം കരുണക്കൊന്ത. ഇവിടെ ധ്യാനിക്കാൻ വരുന്ന എല്ലാവരും നിർബന്ധമായിട്ട് ഞാൻ പറയുന്നൊരു കാര്യമാണ്. ഒരു 9 കരുണക്കൊന്ത ഡെയിലി ചൊല്ലിക്ക്. ഞാൻ എന്ന് ചൊല്ലുന്നയാളാണ്. 9 കരുണക്കൊന്ത മിനിമം, 9 കരുണക്കൊന്ത. അത് ചൊല്ലിയിട്ട് നിങ്ങളുടെ കുടുംബത്തിലെ സകല മരിച്ചവരുടെ സകല തിന്മകളെയും ഈശോയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. അങ്ങനെ പ്രാർത്ഥിക്കണം. ഇതെല്ലാം വേറെ പോംവഴി ഒന്നുമില്ല.